മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 3 ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ആസ് പെർ ദ ന്യൂ സിലബസ്. അപ്പം ഇന്ന് നമ്മൾ മേജറായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്താണ്, അതിൻ്റെ ആർക്കിടെക്ചേഴ്സ് എന്തൊക്കെയാണ്, അതിനകത്ത് വരുന്ന മോഡൽസ് എന്തൊക്കെയാണ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ്സ് കുറച്ചുകൂടെ കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യുകയാണ്. ദെൻ ആഫ്റ്റർ ദാറ്റ് വി വിൽ ഡിസ്കസ് റിഗാർഡിംഗ് ക്ലൗഡിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യും. റൈറ്റ്. സോ ദ ഫസ്റ്റ് തിങ് വി നീഡ് ടു ഡിസ്കസ് ഈസ് വാട്ട് ഈസ് എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്നുള്ളതാണ്. സോ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഈസ് എ കളക്ഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് അപ്പിയേഴ്സ് ടു ദ യൂസർ ആസ് എ സിംഗിൾ കോഹറൻറ്റ് സിസ്റ്റം. അപ്പം ഇത് ഒരു കളക്ഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കമ്പ്യൂട്ടേഴ്സ് ആണ്, ബട്ട് ഇറ്റ് അപ്പിയേഴ്സ് ടു ദ യൂസർ ആസ് വാട്ട് എ സിംഗിൾ കോഹറൻറ്റ് സിസ്റ്റം. യൂസറിന് നോക്കുമ്പോൾ എന്താണ്, ഒരൊറ്റ സിസ്റ്റമായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. പക്ഷേ ഇതെന്താണ്, എ കളക്ഷൻ ഓഫ് computers or autonomous computers. So these systems are characterized by what? Multiple autonomous components that communicate and coordinate with each other to achieve a common goal. So ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറയുന്നതിൻ്റെ പ്രോപ്പർ ഡെഫിനിഷൻ ആണ് നമ്മൾ കണ്ടത്. സോ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം മീൻസ് വാട്ട്? ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഓട്ടോണമസ് components or computers that appears to the user as a single coherent system. യൂസറിനെ നോക്കുന്ന സമയത്ത് ഒരു സിംഗിൾ കോഹറൻറ്റ് സിസ്റ്റം എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. ദാറ്റ് മച്ച് ട്രാൻസ്പെറൻസി ഈസ് ദെയർ വിത്ത് ദിസ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. പിന്നെ അത് പരസ്പരം കോർഡിനേറ്റ് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ടു അച്ചീവ് എ കോമൺ ഗോൾ. ഒരു പെർട്ടിക്കുലർ ടാസ്ക് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി അപ്പോൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, പരസ്പരം കോർഡിനേറ്റ് ചെയ്യുന്നു. സോ ഓവറോൾ യു കോൾ ദിസ് കോൺസെപ്റ്റ് ആസ് വാട്ട്? ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. ഇനി നമ്മൾ അറിയണം, ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ഒരു ടേം വരുന്നുണ്ട്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ആസ് വെൽ ആസ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പം ഇത് രണ്ടും നമുക്ക് പലയിടത്തും ഓവർലാപ്പ് ചെയ്ത് വരുന്നതായിട്ട് തോന്നാം. സോ ആസ് പെർ ദ പ്രോപ്പർ ഡെഫിനിഷൻ of what this distributed computing, it refers to the use of multiple interconnected computers working together to solve some complex problem. അതായത് ലാർജ് സ്കെയിൽ കമ്പ്യൂട്ടേഷൻ ഒക്കെ വേണ്ടി കുറേ കമ്പ്യൂട്ടേഴ്സ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? we call it as what? Distributed computing. So the first thing you have to understand is what is distributed system, and the next one, what is distributed computing. എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ നമുക്ക് മനസ്സിലായി എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ്. ആ രണ്ട് ടേം നമ്മളൊന്ന് ക്ലിയർ ആയി. ഓക്കെ, ഫൈൻ. നൗ ലെറ്റ്സ് മൂവ് ടു ദ കീ കോൺസെപ്റ്റ്സ് ഇൻ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനകത്തെ കീ കോൺസെപ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് സ്കെയിലബിലിറ്റി, ദ നെക്സ്റ്റ് വൺ ഈസ് fault tolerance, the third one is consistency, the fourth one is latency, and the fifth one concurrency. ഈ പറയുന്ന 5 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നമുക്ക് എവിടെ കാണാൻ പറ്റും? ഓർ കീ കോൺസെപ്റ്റ്സ് യു ക്യാൻ സീ ഇൻ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. ഏതൊരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എടുത്താലും ഈ പറയുന്ന കോൺസെപ്റ്റുകൾ നമ്മളൊന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്ന സമയത്ത് വി നീഡ് ടു ഹാവ് ഗുഡ് ക്ലാരിറ്റി റിഗാർഡിംഗ് ദീസ് കോൺസെപ്റ്റ്സ്. ഈ കോൺസെപ്റ്റ്സിനെ കുറിച്ച് നല്ല ക്ലാരിറ്റി നമ്മൾക്കുണ്ടാണ്. സോ ദ ഫസ്റ്റ് വൺ ഈസ് സ്കേലബിലിറ്റി. സ്കേലബിലിറ്റി മീൻസ് വാട്ട്? ഇൻ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം യു ക്യാൻ ആഡ് റിസോഴ്സസ്. അല്ലെ, നിങ്ങൾക്ക് റിസോഴ്സുകളെ ആഡ് ചെയ്യാം, റിസോഴ്സുകളെ റിമൂവ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് സ്കെയിലബിൾ. ദാറ്റ്സ് എ ഫസ്റ്റ് കോൺസെപ്റ്റ് നമ്മൾ അറിയണം. സ്കെയിലബിൾ ആണ് ദ എബിലിറ്റി ടു ആഡ് റിസോഴ്സസ്. നമുക്ക് നോഡുകൾ അല്ലെങ്കിൽ റിസോഴ്സുകളെ ആഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് വൺ വി കോൾ ബൈ ദ നെയിം ഇസ് വാട്ട്? സ്കെയിലബിലിറ്റി. അപ്പം നമുക്ക് എന്താണ്, ഇപ്പം ലോഡ് വരുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കോമ്പണൻസിനെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റിസോഴ്സുകളെ ആഡ് ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ വിളിച്ച പേരെന്താണ്? വി കോൾ ഇറ്റ് ആസ് സ്കെയിലബിലിറ്റി. ദ നെക്സ്റ്റ് വൺ ഈസ് ഫാൾട്ട് ടോളറൻസ്. സോ ഇത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനകത്തുള്ള ഫാൾട്ട് ടോളറൻസ്. അപ്പം നമുക്കറിയാം, വി ആർ ഹാവിംഗ് എ കളക്ഷൻ ഓഫ് ഓട്ടോണമസ് സിസ്റ്റംസ് ഓർ കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് അപ്പിയേഴ്സ് ടു ദ യൂസർ ആസ് വാട്ട്? എ സിംഗിൾ കോഹറൻറ്റ് സിസ്റ്റം. കുറേ കോമ്പണൻസ് ഉണ്ട് അല്ലേ,
കുറേ ഓട്ടോണമസ് സിസ്റ്റംസ് ഒരുമിച്ച് ഒരു കോമൺ ഗോളിന് വേണ്ടി ഒരു പെർട്ടിക്കുലർ ടാസ്ക് ഫുൾഫിൽ ചെയ്യുന്നു, അല്ലെ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നു. ബട്ട് ഇറ്റ് അപ്പിയേഴ്സ് ടു ദ യൂസർ ആസ് വാട്ട് ആസ് എ സിംഗിൾ കൊഹറന്റ് സിസ്റ്റം. അതുകൊണ്ട് ഇടയ്ക്ക് ഏതെങ്കിലുമൊക്കെ റിസോഴ്സുകൾ, ഏതെങ്കിലുമൊക്കെ കമ്പ്യൂട്ടേഴ്സ് ഒന്ന് എന്താ പറഞ്ഞ ഫെയിൽ ആയെങ്കിലും ഇറ്റ് ഡസൻറ്റ് എഫക്ട് ദ ഓവറോൾ പെർഫോമൻസ്. മൊത്തത്തിലുള്ള പെർഫോമൻസിൽ അത് ബാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ദ സിസ്റ്റം ഇതെന്താണ്, ഫാൾട്ട് ടോളറൻസ് ഈസ് എഗെയിൻ another key concept you have to know regarding distributed system. ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ രണ്ടാമത് നമ്മൾ അറിയേണ്ട കോൺസെപ്റ്റ് ആണ് എന്ത്, ഫോൾട്ട് ടോളറൻസ്. സോ ഫോൾട്ട് ടോളറൻസ് മീൻസ് വാട്ട്, ദ സിസ്റ്റംസ് എബിലിറ്റി ടു കണ്ടിന്യൂ ഓപ്പറേറ്റിംഗ് പ്രോപ്പർലി ഇൻ ദ event of the failure of some of its components. അതിലെ ചില കോമ്പണൻസ് ഒക്കെ ഫെയിൽ ആയാലും ചില നോട്ട്സ് ഒക്കെ ഫെയിൽ ആയാലും ആര് വർക്ക് ചെയ്യുന്നു, ഫോൾട്ട് ടോളറൻ്റ് ആണ്. എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്, ഒരു സെൻട്രലൈസ്ഡ് ഫെയിലേഴ്സ് വരുന്നില്ല. ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ കോമ്പണൻസ് ഒക്കെ ഒന്ന് ഫെയിൽ ആയാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ആര് വർക്ക് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഈസ് വർക്കിംഗ്. സോ ഫോൾട്ട് ടോളറൻസ് ഈസ് അഗെയിൻ അനദർ കീ കോൺസെപ്റ്റ്സ് വെയർ ഇൻ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. തേർഡ് വൺ ഈസ് കൺസിസ്റ്റൻസി. അപ്പം നമുക്കറിയാം ഒന്നിലധികം നോഡുകൾ, ഒന്നിലധികം ഓട്ടോണമസ് കമ്പ്യൂട്ടേഴ്സ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. അപ്പം ഡേറ്റയുടെ ഒരു കൺസിസ്റ്റൻസി ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഹിയർ another important thing is this consistency. We need to ensure that the consistency of data between these nodes സ്റ്റേബിൾ ആയിരിക്കണം. ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ നോഡുകൾ എടുത്താലും അവിടെ ഉള്ള ഡേറ്റ എന്തായിരിക്കും, കൺസിസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു the third key concept is consistency. That means ensuring that all the nodes have the same data at the same time. അല്ലെ, നമ്മൾക്കറിയാം റെപ്ലിക്കേഷൻ വരുന്നു എങ്കിൽ കൂടിയും എല്ലാ നോട്ട്സിനകത്തുമുള്ള ഡേറ്റ എന്തായിരിക്കും എന്ന് പറഞ്ഞു, ദാറ്റ് ഈസ് സംവാട്ട് അല്ല, സെയിം തന്നെയാണ്. സോ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ദ തേർഡ് കീ ഫീച്ചർ ഈസ് കൺസിസ്റ്റൻസി. ദെൻ ദ ഫോർത്ത് വൺ ഈസ് ലാറ്റൻസി. അപ്പൊ നമുക്കറിയാം ലാറ്റൻസി മീൻസ് വാട്ട്, ഒരു പെർട്ടിക്കുലർ ടാസ്ക് തുടങ്ങുന്നു, അത് എൻഡ് ചെയ്യുന്നു. സോ വി വിൽ എൻഷുർ മിനിമൽ, ദ സിസ്റ്റം ഷുഡ് have minimize or it should aim to minimize latency. So latency എന്ന് പറയുന്ന ഒരു ടേമും നമുക്കൊരു ടാസ്ക്, ആ ടാസ്ക് നമ്മൾ തുടങ്ങുന്നു, we are going to initiate that task and we are going to finish that task അല്ലെ. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എൻവയോൺമെന്റ് വരുമ്പോൾ എന്താണ്, we need to minimize the latency നമ്മൾ മിനിമൈസ് ചെയ്യുന്നു. Then concurrency is also, concurrency നമ്മൾ ഒരുപാട് തവണ പഠിച്ച ടേമാണ് അല്ലെ. സോ ഹാൻഡ്ലിംഗ് മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് അറ്റ് ദ സെയിം ടൈം അക്രോസ് ഡിഫറെന്റ് നോഡ്സ്, അതിനെ നമ്മൾ വിളിച്ച പേരെന്താണ്, we call it as concurrency. അപ്പം ഈ പറയുന്നതാണ് നമ്മൾ പറഞ്ഞു key concepts where in distributed system. അപ്പം നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലെ കീ കോൺസെപ്റ്റുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ദ ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് വൺ ഈസ് സ്കെയിലബിലിറ്റി. നിങ്ങൾക്ക് പുതിയ റിസോഴ്സുകളെ ആഡ് ചെയ്യാം, പുതിയ നോഡുകളെ ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യാം, അത് ഓവറോൾ പെർഫോമൻസിനെ ബാധിക്കില്ല. എപ്പോഴാണ് നമ്മൾ റിസോഴ്സുകൾ കൂടുതൽ ആഡ് ചെയ്യേണ്ടത്, നമ്മുടെ ലോഡ് ഒന്നും കൂടെ കൂടി വരുന്നു, അപ്പം നമുക്ക് എന്ത് ചെയ്യണം, കുറച്ചും കൂടെ റിസോഴ്സുകൾ വേണം, കുറച്ചും കൂടെ നോഡുകൾ വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, യു ക്യാൻ ആഡ് ദാറ്റ്. സോ യു ക്യാൻ സേ ദാറ്റ് ആ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം അതെന്തെന്ന് പറയാൻ പറ്റും, അത് സ്കെയിലബിൾ ആണ്. സോ സ്കെയിലബിലിറ്റി ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ഇൻ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. പിന്നെ രണ്ടാമത്തതാണ് ഫോൾട്ട് ടോളറൻസ്. നമുക്കറിയാം കുറേ നോഡ്സുകൾ, കുറേ കോമ്പണൻസ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു ടു അച്ചീവ് എ കോമൺ ഗോൾ അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ്, ഏതെങ്കിലും ഒരെണ്ണമൊക്കെ ഫെയിൽ ആയാലും എന്ത് ചെയ്യത്തില്ല, അത് ഓവറോൾ ഇതിന്റെ പെർഫോമൻസിനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കീ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് ഇത് ഫോൾട്ട് ടോളറൻസ്. കാരണം എന്താണ്, ഒരു സെൻട്രലൈസ്ഡ് ഫെയിലിയർ നമുക്ക് വരുന്നില്ല. ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഏതെങ്കിലും ഒരു നോഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പണന്റോ ഫെയിൽ ആയാലും the rest will do the task. So we can say that it is fault tolerant. Fault tolerance എന്ന് പറയുന്നത് എന്താണ്, ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. മൂന്നാമത്തെ നമ്മൾ പറഞ്ഞു കൺസിസ്റ്റൻസി. നമുക്ക് മൾട്ടിപ്പിൾ നോഡ്സ്, ഒന്നിലധികം നോഡുകൾ, അപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ പ്രോസസ്, കുറേ കാര്യങ്ങൾ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവും. ആ സമയത്ത് നമുക്കറിയാം ഓരോന്നിനകത്തും ഒരേ സമയത്തുള്ള ഡേറ്റ എന്തായിരിക്കും, ഇറ്റ് ഷുഡ് ബി സെയിം ദ ഡേറ്റ. കാരണം നമ്മളൊരു പെർട്ടിക്കുലർ ഡേറ്റ ആയിരിക്കും, ഇവിടെ പല നോഡ്സ് എടുത്തായിരിക്കും. അപ്പോൾ അറ്റ് എ പെർട്ടിക്കുലർ ടൈം the data across all the nodes should be same. അതിനെ നമ്മൾ വിളിച്ച പേരെന്താണ്, we call it as consistency. പിന്നെ നമ്മൾ പറഞ്ഞു മിനിമൽ ലാറ്റൻസി ആണ്, അതായത് ഒരു പ്രോസസ് ഇനിഷ്യേറ്റ് ചെയ്തു, അത് എൻഡ് ചെയ്യുന്നു. സോ വി ഹാവ് ടു എൻഷുർ വാട്ട് ദ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എയിം ടു മിനിമൈസ് ദ ലാറ്റൻസി.
ലാറ്റൻസി എന്ന് പറഞ്ഞൊരു ടേം നമ്മൾ അറിയണം. അതോടൊപ്പം തന്നെ കൺകറൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാൻഡ്ലിംഗ് മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് അറ്റ് ദ സെയിം ടൈം അക്രോസ് ഡിഫറെന്റ് നോഡ്സ്. ദാറ്റ് വൺ വി കോൾ ബൈ ദ നെയിം as what? Concurrency. So these are the 5 important concepts you have to know regarding what? Distributed system. ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 5 പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ. Right. Now, let's move to the most important characteristics of a distributed system. ഇനി ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എടുത്താൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചത് എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാമെങ്കിൽ തന്നെയും ദീസ് ആർ സം ഓഫ് ദ കീ കോൺസെപ്റ്റ്സ്. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ്. എന്നാൽ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ദീസ് ആർ ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ, വി ആർ ഹാവിംഗ് മൾട്ടിപ്പിൾ നോഡ്സ്. The next one, transparency. The third one, replication. The fourth one, resource sharing. ഉണ്ടോ? കാരണം നമ്മൾക്കറിയാം, as per the definition, we know that in a distributed system, we are having a collection of autonomous systems or components that work together, അല്ലേ? That appears to the user as a single coherent system. യൂസറിന് ഒരൊറ്റ സിസ്റ്റം എന്നുള്ള ഫീലിംഗ് ആണ്. എന്നാൽ ഇതിന്റെ ബിഹൈൻഡിൽ എന്താണ്? കുറേ ഓട്ടോണമസ് കോമ്പണൻസും അല്ലെങ്കിൽ കുറേ ഓട്ടോണമസ് സിസ്റ്റംസും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ആദ്യത്തെ വൺ, മൾട്ടിപ്പിൾ നോഡ്സ്. യെസ്, ഡെഫിനറ്റ്ലി. ഇഫ് യു ലുക്ക് ഓൺ ദിസ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം, വി കൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഹാവിംഗ് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ്, ഈച്ച് ഫംഗ്ഷനിങ് ഇൻഡിപെൻഡന്റ്ലി. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ എടുക്കുന്ന സമയത്ത് ഒരുപാട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള യൂണിറ്റുകളുണ്ട്. അത് ഒരുപോലെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലേ? അപ്പൊ നമുക്കറിയാം, വി ആർ ഹാവിംഗ് ദ കോൺസെപ്റ്റ് ഓഫ് വാട്ട്? മൾട്ടിപ്പിൾ നോഡ്സ്. സോ ഇറ്റ് ഈസ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വിച്ച് വൺ? ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. ഇനി ട്രാൻസ്പെറൻസി. സോ ഈവൻ ദോ we are having a number of independent components, അല്ലെങ്കിൽ നമുക്ക് ഒന്നിലധികം ഇൻഡിപെൻഡന്റ് കോമ്പണൻസും ഒന്നിലധികം ഓട്ടോണമസ് സിസ്റ്റംസും ഒക്കെ ഇതിന്റെ ബിഹൈൻഡിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും the user is having a feeling that he is working on a single independent system, അല്ലെ? അവരൊരിക്കലും അറിയുന്നില്ല ഇതിന്റെ ബിഹൈൻഡിൽ ഇങ്ങനെ കുറെ അധികം കോമ്പണൻസ് ഉണ്ട്, കുറെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഓട്ടോണമസ് സിസ്റ്റംസ് ഉണ്ട് എന്നുള്ള ഒരു ഫീൽ ആർക്ക് കിട്ടില്ല? യൂസറിന് കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു, this transparency is again another important characteristics of which one? Distributed system. Means the user perceive the system as a single entity rather than a collection of disparate machines. യൂസറിന് ഒരിക്കലും എന്ത് തോന്നുന്നില്ല? ഇത് കുറെ അധികം സിസ്റ്റം ഉണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് ഒരിക്കലും ആർക്ക് കിട്ടുന്നില്ല? യൂസറിന് കിട്ടുന്നില്ല. യൂസറിന് ഫീലിംഗ് എന്താണ്? ഒരൊറ്റ സിസ്റ്റം ആണെന്നുള്ള ഒരു ഫീലിംഗ് യൂസറിന് കൊടുക്കുന്നു. ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ വിളിച്ച പേരെന്താണ്? വി കോൾ ഇറ്റ് as transparency. നെക്സ്റ്റ്, റെപ്ലിക്കേഷൻ. അപ്പൊ നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞു, ഡേറ്റ കൺസിസ്റ്റന്റ് ആണ്. എവിടെയെന്ന് പറഞ്ഞു? അറ്റ് എ പെർട്ടിക്കുലർ ടൈം ദ ഡേറ്റ ഈസ് കൺസിസ്റ്റന്റ് അക്രോസ് ഡിഫറെന്റ് നോഡ്സ് ഇൻ എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു. അപ്പം ഈ ഡേറ്റ എപ്പോഴും എന്തായിരിക്കും? റെപ്ലിക്കേഷൻ ഓഫ് ഡേറ്റ അക്രോസ് മൾട്ടിപ്പിൾ nodes. എപ്പോഴും എന്താണ്? ഡേറ്റ ഈസ് ഓഫൻ റെപ്ലിക്കേറ്റഡ് അക്രോസ് മൾട്ടിപ്പിൾ നോഡ്സ് ടു എൻഷുർ റിലയബിലിറ്റി ആൻഡ് അവൈലബിലിറ്റി. പല നോഡുകളിലും ഈ ഒരേ ഡേറ്റ ഒരേ സമയത്ത് റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? കുറച്ചും കൂടി ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ചും കൂടി എന്താണ്? റിലയബിളും അതോടൊപ്പം തന്നെ ഈ ഡേറ്റ അവൈലബിൾ ആകാനും കൂടി വേണ്ടിയിട്ടാണ്. ആ ഒരു പ്രോപ്പർട്ടീനെ നമ്മൾ എന്തെങ്കിലും ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എന്തെന്ന് വിളിച്ചു? റെപ്ലിക്കേഷൻ. സോ റെപ്ലിക്കേഷൻ ഈസ് അഗെയിൻ അനദർ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വിച്ച് വൺ? ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. ഇനി റിസോഴ്സ് ഷെയറിംഗ്. നമുക്കറിയാം, സ്റ്റോറേജും അതോടൊപ്പം തന്നെ പ്രോസസ്സിംഗ് പവറും ഒക്കെ എന്താണ്? ഷെയർഡ് ആണ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനകത്ത്. സോ വി ആർ ഹാവിംഗ് ദ ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ഈസ് കോൾഡ് ബൈ ദ നെയിം as റിസോഴ്സ് ഷെയറിംഗ്. ദാറ്റ് മീൻസ് നോഡ്സ് ക്യാൻ ഷെയർ റിസോഴ്സസ് ലൈക്ക് സ്റ്റോറേജ് ആൻഡ് പ്രോസസ്സിംഗ് പവർ. സ്റ്റോറേജും പ്രോസസ്സിംഗ് പവറും ഒക്കെ ഷെയർ ചെയ്യാം ടു ഇംപ്രൂവ് പെർഫോമൻസ് ആൻഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. അപ്പം ദീസ് ആർ ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ട്? എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. അപ്പം ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ നോഡ്സ്. സോ ഇൻ എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം വി ആർ ഹാവിംഗ് മോർ ദാൻ വൺ. ഒന്നിലധികം എൻറ്റിറ്റീസ് ഉണ്ട്, ഒന്നിലധികം നോഡുകൾ ഉണ്ടാകാം, ഒന്നിലധികം കോമ്പണൻസ്. എന്താണ് പറയേണ്ടത്? നമുക്ക് നെറ്റ്വർക്ക് കോമ്പണൻസ് ഉണ്ട്, അല്ലെ? ഒന്നിലധികം കോമ്പണൻസും ഒന്നിലധികം നോഡ്സും ഒക്കെ ഉണ്ട്. ദാറ്റ് അപ്പിയേഴ്സ് ടു ദ യൂസർ ആസ് എ സിംഗിൾ സിസ്റ്റം. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ നോഡ്സ് ഉണ്ട് എവിടെ? നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനകത്ത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ദ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ്
മൾട്ടിപ്പിൾ നോഡ്സ്. സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ട്രാൻസ്പെറൻസി ആണ്. ഇത്രയും നോഡുകൾ ഉണ്ടായിട്ടും യൂസറിന്റെ ഫീലിംഗ് എന്താണ്? ഒരൊറ്റ നോഡിൽ വർക്ക് ചെയ്യുന്ന ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ ഒരൊറ്റ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന ഫീലിംഗ് ആണ്. ആ പ്രോപ്പർട്ടീനെ അല്ലെങ്കിൽ ആ ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ട്രാൻസ്പെറൻസി എന്ന് വിളിച്ചു. മൂന്നാം നമ്മൾ പറഞ്ഞു റെപ്ലിക്കേഷൻ ഓഫ് ഡേറ്റ വിൽ ഒക്കേഴ്സ്. റെപ്ലിക്കേഷൻ ഒക്കർ ചെയ്യുന്നത് എന്താണ്? നമുക്കറിയാം ഈ ഡേറ്റ അവൈലബിൾ ആകണം, ഈ ഡേറ്റ റിലയബിൾ ആകണമെങ്കിൽ എന്താണ്? അറ്റ് എ പെർട്ടിക്കുലർ ടൈം ഈ ഡേറ്റ പല നോഡ്സിലേക്ക് റെപ്ലിക്കേറ്റ് ചെയ്യണം. സോ റെപ്ലിക്കേഷൻ ഈസ് അഗൈൻ അനദർ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വിച്ച് വൺ? ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. പിന്നെ നാലാമത്തെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സിൽ ഒന്നാണ് ഇത് റിസോഴ്സ് ഷെയറിംഗ്. എന്തിനു വേണ്ടിയിട്ടാണ്? പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ റിസോഴ്സിൻ്റെ യൂട്ടിലൈസേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? റിസോഴ്സുകളെയും പ്രോസസ്സിംഗ് പവറും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഷെയർ ചെയ്യുന്നുണ്ട്. സോ റിസോഴ്സ് ഷെയറിംഗ് ഈസ് അഗെയിൻ അനദർ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വിച്ച് വൺ? ദിസ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. 4 പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി അപ്പം കീ കോൺസെപ്റ്റ്സ് നമ്മൾ മനസ്സിലാക്കി, അതോടൊപ്പം തന്നെ 4 പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സും ആരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി? ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇനി നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. ഏതെല്ലാം ടൈപ്സ് ആണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഉള്ളത്? സോ വി ആർ ഹാവിംഗ് മെയിൻലി ദ ഫസ്റ്റ് type of distributed system is client server. ആദ്യത്തതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ക്ലയന്റ് സെർവർ സിസ്റ്റം എന്ന് വിളിച്ചു. രണ്ടാമത്തേനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? പിയർ ടു പിയർ സിസ്റ്റം എന്ന് വിളിച്ചു. മൂന്നാമത്തേനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് എന്ന് വിളിച്ചു. നാലാമത്തേനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്ന് വിളിച്ചു. ആൻഡ് അഞ്ചാമത്തേനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു. സോ വി ക്യാൻ സേ ദാറ്റ് ദീസ് ആർ ഓൾ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. അപ്പം ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിന്റെ ടൈപ്സ് ചോദിച്ചാൽ നമ്മൾ പറയും ദ ഫസ്റ്റ് വൺ ഈസ് വി ആർ ഹാവിംഗ് ക്ലയന്റ് സെർവർ സിസ്റ്റം, ദ നെക്സ്റ്റ് വൺ ഈസ് peer-to-peer system, the third one is grid, the fourth one is cluster, and the fifth one is what? Cloud computing. ഈ പറയുന്ന 5 കാറ്റഗറി, 5 ടൈപ്സ് ഓഫ് വാട്ട്? ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം വി ക്യാൻ സീ. അപ്പോൾ അതിൽ ആദ്യത്തത് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലയന്റ് സെർവർ. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മനസ്സിലാക്കണം. അപ്പം നമുക്കറിയാം, സോ ഇഫ് യു ലുക്ക് ഓൺ ദ ക്ലയന്റ് സെർവർ സിസ്റ്റം, സോ ഹിയർ വി ക്യാൻ സേ ദാറ്റ് അവിടെ എന്താണ്? ക്ലയന്റ് മെഷീൻസ് ഉണ്ട്, സെർവർ മെഷീൻ ഉണ്ട്, ഒരു സെൻട്രലൈസ്ഡ് പവർ ഉണ്ട് അല്ലേ? ഹു ഈസ് ഹാവിംഗ് ദ സെൻട്രലൈസ്ഡ് കൺട്രോൾ? ദ സെർവർ ഈസ് ഹാവിംഗ് ദ സെൻട്രലൈസ്ഡ് കൺട്രോൾ. സോ ദ സെൻട്രൽ സെർവർ പ്രൊവൈഡ്സ് റിസോഴ്സസ് ആൻഡ് സർവീസസ് ടു മൾട്ടിപ്പിൾ ക്ലയൻറ്റ്സ്. അങ്ങനത്തതാണെങ്കിൽ ആ ടൈപ്പിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ക്ലയന്റ് സെർവർ സിസ്റ്റം എന്ന് വിളിച്ചു. അതായത് ക്ലയന്റുകളുണ്ട്, സെർവറുകളുണ്ട്. ക്ലയന്റുകൾ റിക്വസ്റ്റ് ചെയ്യുന്നു, സെർവറുകൾ എന്ത് ചെയ്യുന്നു? റിസോഴ്സുകളെയും സർവീസുകളെയും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ദാറ്റ് കാറ്റഗറി വി കോൾ ബൈ ദ നെയിം ആസ് വാട്ട്? ക്ലയന്റ് സെർവർ സിസ്റ്റം. എന്നാൽ പിയർ ടു പിയർ സിസ്റ്റം ഉണ്ട് നമ്മൾക്ക്. ഈ പിയർ ടു പിയർ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ പിയർ ടു പിയർ സിസ്റ്റം ആകുമ്പോൾ എല്ലാ നോഡുകളും വി കോൾ ബൈ ദ നെയിം ആസ് പിയേഴ്സ്. ആ പിയർ ടു പിയർ സിസ്റ്റത്തിൽ ഒരു സെൻട്രലൈസ്ഡ് കോൺസെപ്റ്റ് ഇല്ല. ക്ലയന്റ് സെർവറിൽ ഒരു സെർവർ കോൺസെപ്റ്റ് ഉണ്ട്, എന്നാൽ പിയർ ടു പിയറിൽ എന്താണ്? ഒരു സെൻട്രലൈസ്ഡ് കോൺസെപ്റ്റ്. എല്ലാത്തിനും എന്താണ്? ഒരേ റൈറ്റ്സും പവറുമാണുള്ളത്. വി കോൾ ഇറ്റ് ആസ് പിയേഴ്സ്. Each and everyone is having equal status and share resources directly with each. ഇവിടെ ഒരു സെൻട്രലൈസ്ഡ് കൺട്രോൾ ഇല്ല, എല്ലാവർക്കും ഒരേ സ്റ്റാറ്റസ് ആണ്. അവർ പരസ്പരം എന്ത് ചെയ്യുന്നു? റിസോഴ്സുകളെ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഓരോ മെഷീനെ നമ്മൾ എന്തെന്ന് വിളിക്കും? വി കോൾ ബൈ ദ നെയിം ആസ് പിയേഴ്സ്. സോ ദാറ്റ്സ് എ റീസൺ ബൈ വി കോൾ ഇറ്റ് ആസ് വാട്ട്? പിയർ ടു പിയർ എന്ന് നമ്മൾ വിളിച്ചു. അതിനെ എന്തെന്ന് വിളിച്ചു? പിയർ ടു പിയർ സിസ്റ്റം എന്ന് വിളിച്ചു. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ക്ലസ്റ്റർ കമ്പ്യൂട്ടർ. അപ്പൊ ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് ലിങ്ക്ഡ് കമ്പ്യൂട്ടേഴ്സ് വർക്കിംഗ് ടുഗെദർ ആൻഡ് ടു പ്രൊവൈഡ് ഹൈ പെർഫോമൻസ് ആൻഡ് അവൈലബിലിറ്റി. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ലിങ്ക്ഡ് കമ്പ്യൂട്ടേഴ്സ് ആണ് ദാറ്റ് വർക്ക് ടുഗെദർ ക്ലോസ്ലി often to provide high performance and availability. അതിനെ വിളിച്ച പേരെന്താണ്? വി കോൾ ബൈ ദി നെയിം ആസ് ക്ലസ്റ്റർ. ഒരു ക്ലസ്റ്റർ എന്ന് പറഞ്ഞു. ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരേപോലത്തെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ലിങ്ക്ഡ് കമ്പ്യൂട്ടേഴ്സ്. അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ദാറ്റ് ആർ വർക്കിംഗ് ടുഗെദർ ആൻഡ് ടു പ്രൊവൈഡ് ഹൈ പെർഫോമൻസ് ആൻഡ് അവൈലബിലിറ്റി. അതിനെ നിങ്ങൾ എന്തെന്ന് വിളിച്ചു? ക്ലസ്റ്റർ എന്ന് വിളിച്ചു. എന്നാൽ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ റിസോഴ്സസ് ഫ്രം വേരിയസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡൊമൈൻസ്
are coordinated to achieve a common goal, often used for large scale scientific computation. ഇപ്പോൾ ലാർജ് സ്കെയിൽ സയന്റിഫിക് കമ്പ്യൂട്ടേഷൻസിനൊക്കെ വേണ്ടി കുറേ അധികം പ്രോസസ്സിംഗ് പവർ നമ്മൾ വേണം. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? റിസോഴ്സസ് ഫ്രം വേരിയസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡൊമൈൻസ് ആർ ക്ലബ്ഡ് ടുഗെദർ. അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്ന് വിളിച്ചു. ഒരു ഗ്രിഡ് ആണെന്ന് പറഞ്ഞു. ഇറ്റ് വിൽ ഫോം എ ഗ്രിഡ്. ദാറ്റ് മീൻസ് റിസോഴ്സസ് ഫ്രം വേരിയസ് administrative domains, we coordinated them to achieve some common goal. നമുക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ലാർജ് സ്കെയിൽ സയന്റിഫിക് കമ്പ്യൂട്ടേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടി പല അഡ്മിനിസ്ട്രേറ്റീവ് ഡൊമൈൻസിൽ നിന്നുകൊണ്ട് റിസോഴ്സുകളെ ഒന്ന് ക്ലബ് ചെയ്യുന്നു. അതിനെല്ലാം കൂടി നമ്മൾ എന്തെന്ന് പറയുന്നു? വി കോൾ ബൈ ദ നെയിം ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു. എന്നാൽ അടുത്തതൊന്നുണ്ട്, ദാറ്റ്സ് കോൾഡ് ബൈ ദ നെയിം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന് മറ്റൊരു പേര് നമ്മൾ പറയും, ഇറ്റ് ഈസ് ഓൺ ഡിമാൻഡ് ആക്സസ് ടു കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് ഓവർ ദ ഇന്റർനെറ്റ്. ആവശ്യമനുസരിച്ച് കമ്പ്യൂട്ടിംഗ് റിസോഴ്സുകളെ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ പവർ ഇന്റർനെറ്റിലൂടെ നമ്മൾ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് എന്താണ്? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് നമ്മൾ വിളിച്ചു. സോ ക്ലൗഡ് മീൻസ് വാട്ട്? ഇറ്റ് പ്രൊവൈഡ്സ് ഓൺ ഡിമാൻഡ് ആക്സസ് ടു കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ്. ഓൺ ഡിമാൻഡ് ആക്സസ് ആണ് ടു കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് ഓവർ വാട്ട്? ദ ഇന്റർനെറ്റ്. അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? വി കോൾ ബൈ ദ നെയിം as what? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. സോ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാട്ട്? distributed system. അപ്പോൾ മേജർ ആയിട്ടുള്ള ടൈപ്സ് നമ്മൾ പറഞ്ഞു. The first one is client server. So we are having a centralized system. The server is providing resources along with services. Second category we call by the name as what? Peer-to-peer system. So in peer-to-peer system, what the concept is that we don't have a centralized server concept. ഒരു centralized server എന്നുള്ള കോൺസെപ്റ്റ് നമുക്കില്ല. എല്ലാവരെയും നമ്മൾ എന്തെന്ന് വിളിച്ചു? We call by the name as peers. അവർക്ക് പരസ്പരം ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? റിസോഴ്സുകളെ ഷെയർ ചെയ്യാൻ പറ്റും. So that one we call by the name as peer-to-peer system. ഇനി ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് ആയപ്പോൾ വേർഡിൽ തന്നെയുണ്ട് ക്ലസ്റ്റർ. വി ഹാവ് ഗ്രൂപ്പ് ഓഫ് ലിങ്ക്ഡ് കമ്പ്യൂട്ടേഴ്സ്. ഒരു പെർട്ടിക്കുലർ ടാസ്കും അല്ലെങ്കിൽ ഒരു ഹൈ പെർഫോമൻസ് ഒരു പെർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഗ്രൂപ്പ് ഓഫ് ലിങ്ക്ഡ് കമ്പ്യൂട്ടേഴ്സ്, അതിനെ നമ്മൾ വിളിച്ച പേരെന്താണ്? വി കോൾ ബൈ ദ നെയിം as ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് എന്ന് വിളിച്ചു. ഇനി പല അഡ്മിനിസ്ട്രേറ്റീവ് ഡൊമൈൻസിൽ നിന്നുള്ള റിസോഴ്സുകളെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സയന്റിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സയന്റിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്താൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? വി കോൾ ബൈ ദ നെയിം as ഗ്രിഡ് കമ്പ്യൂട്ടിംഗ്. ആൻഡ് ഫൈനലി നമ്മൾ പറഞ്ഞു ഓൺ ഡിമാൻഡ് കമ്പ്യൂട്ടിംഗ്. ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യമനുസരിച്ച് റിസോഴ്സുകളെ നമ്മൾക്ക് ഉപയോഗിക്കാം. ഇന്റർനെറ്റിലൂടെ, ആരിലൂടെ, ആ കോൺസെപ്റ്റിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ഓൺ ഡിമാൻഡ് ആണ്. അതുകൊണ്ട് ദാറ്റ് കോൺസെപ്റ്റ് വി കോൾ ബൈ ദ നെയിം as what? Cloud computing. So these are the different types of distributed system. നമ്മുടെ distributed systemത്തിന്റെ types ആണ് പറഞ്ഞത്. First one client server, next one peer to peer, third one cluster computing, fourth one grid computing, and finally we are having cloud computing. ഓക്കെ, ഇത് ബേസിക്സ് നമ്മളൊന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ ഇത് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മനസ്സിലാക്കാം. ഇത് ഓരോന്നും എന്താണെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. Now let's move to the examples of distributed system. നമുക്കൊന്ന് അറിയണം ഏതൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾസ് ഏത്. അപ്പം ദ ഫസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഈസ് ദ വെബ് സർവീസസ്. നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന നമ്മുടെ വേൾഡ് വൈഡ് വെബ്, ഇന്റർനെറ്റ് എന്ന് പറയുന്നത്, ദ വേൾഡ് വൈഡ് വെബ് ഇറ്റ് സെൽഫ് ഈസ് എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം അല്ലേ. മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് വെബ് പേജുകൾ നമ്മൾ ആക്സസ് ചെയ്യുന്നു. അത് ഏതിന് എക്സാമ്പിൾ ആണ്? ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് വാട്ട്? എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. പിന്നെ പലതരം ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസുകളുണ്ട്. ഇപ്പോൾ ഗൂഗിൾ സ്പാനർ, ആമസോൺ ഡൈനാമോ DB എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസുകളുണ്ട്. അതെല്ലാം ഏതിന് എക്സാമ്പിൾ ആണ്? ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. ഇത് കൂടാതെ കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക്സ് ആയിട്ടുള്ള ദിസ് കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക് CDNs, അതും ഏതിന് എക്സാമ്പിൾ ആണ്? ദാറ്റ്സ് അഗൈൻ എക്സാമ്പിൾ ഓഫ് വിച്ച് വൺ? ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. Then finally this blockchain, whether we are having a decentralized ledger അല്ലേ. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഡീസെൻട്രലൈസ്ഡ് ലെഡ്ജർ വേർ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് അക്രോസ് എ ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്ക്സ് ഓഫ് നോഡ്സ്. അതിനെയാണല്ലോ നമ്മൾ ബ്ലോക്ക് ചെയിൻ കോൺസെപ്റ്റിൽ പറയുന്നത്. ഒരു ഡീസെൻട്രലൈസ്ഡ് ലെഡ്ജർ കോൺസെപ്റ്റ് ഉണ്ട് എവിടെ? ബ്ലോക്ക് ചെയിനിലാണ്. സോ ആ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഏതിന് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു? ദാറ്റ്സ് അഗെയിൻ എക്സാമ്പിൾ ഓഫ് വിച്ച് വൺ? ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. അപ്പം ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തെ കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് അതിന്റെ ടൈപ്സ് നമ്മൾ കണ്ടു അല്ലെ. ടൈപ്സ് കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞു ക്ലയന്റ് സെർവർ ഉണ്ട്, പിയർ ടു പിയർ ഉണ്ട്, ഗ്രിഡ് ഉണ്ട്, ക്ലസ്റ്റർ ഉണ്ട്, ക്ലൗഡ് ഉണ്ട് എന്ന് പറഞ്ഞു. ദെൻ ആഫ്റ്റർ ദാറ്റ്
ഇഫ് യു ലുക്ക് ഓൺ ദ എക്സാമ്പിൾസ്, നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് നോക്കിയാൽ നമ്മൾ പറഞ്ഞു ആദ്യത്തെ എക്സാമ്പിൾ ഏതാണ്? ദ വേൾഡ് വൈഡ് വെബ് ഓർ ദ വെബ് സർവീസ്. നമ്മൾ യൂസ് ചെയ്യുന്ന വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എൻ എക്സാമ്പിൾ, ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഇതിന്, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിന്. രണ്ടാമത് കുറേ ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസുകളുണ്ട് നമുക്ക്, അല്ലേ? ഫോർ എക്സാമ്പിൾ ഗൂഗിളിന്റെ സ്പാനർ എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ ആമസോണിന്റെ ഡൈനമോ DB എന്നൊക്കെ പറയുന്നത് എന്താണ്? ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് വാട്ട്? ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസസ്. അതും ഏതിന് എക്സാമ്പിൾ ആണ്? ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. ഇത് കൂടാതെ നമ്മൾ പറഞ്ഞു കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക്സ് ഉണ്ട്, ബ്ലോക്ക് ചെയിൻ എന്നൊക്കെ പറയുന്നത് ഏതിന് എക്സാമ്പിൾ ആണ്? ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. ഇതിന്റെ എല്ലാം ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ആണ്. അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം കോൺസെപ്റ്റ്സ് അനുസരിച്ചാണ് ആര് വർക്ക് ചെയ്യുന്നത്? ഈ പറയുന്നതെല്ലാം വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, നൗ ലെറ്റ്സ് സീ വാട്ട് ആർ ദ ആർക്കിടെക്ചറൽ മോഡൽസ്. അപ്പം നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പോവാണ് കണ്ടന്റിലേക്ക്. നമ്മളിനി സ്റ്റഡി ചെയ്യാൻ പോവാണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എടുത്താൽ വാട്ട് ആർ ദ ആർക്കിടെക്ചറൽ മോഡൽസ്. എന്തൊക്കെ ആർക്കിടെക്ചറൽ മോഡൽസ് നമുക്ക് എവിടെ കാണാൻ പറ്റും? ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇനി നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് ആർക്കിടെക്ചർ ഈസ് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ. അല്ലെങ്കിൽ ആദ്യത്തെ ആർക്കിടെക്ചർ മോഡൽ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് നത്തിങ് ബട്ട് ദ ക്ലയന്റ് സെർവർ മോഡൽ. സോ നമുക്കറിയാം, യു നോ വാട്ട് ഈസ് എ ക്ലയന്റ് ആസ് വെൽ എസ് വാട്ട് ഈസ് എ സെർവർ. ഇപ്പൊ നമ്മളോട് ചോദിക്കാം വാട്ട് ഈസ് എ ക്ലയന്റ് ആസ് വെൽ എസ് എ സെർവർ എന്ന് ചോദിച്ചാൽ we said both are machines, both are computers. Then what is the difference? If you look on the performance, if you look on the computational power, we can say that the server is having high configuration and more computational power than the client. അല്ലേ? ക്ലയന്റ് എന്താണ്, സെർവർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം രണ്ടും കമ്പ്യൂട്ടേഴ്സ് തന്നെയാണ്. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ്? നമ്മൾ പറഞ്ഞു ക്ലയന്റും സെർവറും കൂടെ നോക്കുന്ന സമയത്ത് ക്ലയന്റിന്റെ കോൺഫിഗറേഷനെക്കാട്ടിലും ഹൈ കോൺഫിഗറേഷൻ ആയിരിക്കും ആർക്ക് വരാൻ പോകുന്നത്? സെർവറിൽ വരാൻ പോകുന്നത്. രണ്ടാമത് സെർവറിന്റെ കമ്പ്യൂട്ടേഷണൽ പവർ ആയിരിക്കും ഒരുപാട് മടങ്ങ് കൂടുതൽ, ആരെക്കാട്ടിലും? ക്ലയന്റിനേക്കാൾ കൂടുതൽ, അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞു ദ ക്ലയന്റ് റിക്വസ്റ്റ്. What we say? The client request and the server is responding to the request from the client. അത് നമ്മൾ എപ്പോഴും ഓർക്കണം. The server is responding. ക്ലയന്റുകൾ റിക്വസ്റ്റ് ചെയ്യുന്നു സർവീസിന് വേണ്ടി, and the server is responding to the request from the client. ക്ലയന്റുകൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആര് റെസ്പോണ്ട് ചെയ്യുന്നു? നമ്മുടെ സെർവർ എന്ത് ചെയ്യുന്നു? അതിന് വേണ്ട സർവീസുകൾ. സോ വി ആർ ഹാവിംഗ് എ സെൻട്രലൈസ്ഡ് അതോറിറ്റി. ആ സെൻട്രലൈസ്ഡ് അതോറിറ്റി ആരാണ്? ഇറ്റ് ഈസ് ദിസ് സെർവർ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ക്ലയന്റും സെർവറും കമ്പയർ ചെയ്തപ്പം രണ്ടും മെഷീൻസ് ആണ്. ക്ലയന്റിന്റെ കോൺഫിഗറേഷൻ കുറവായിരിക്കും ആരെ കമ്പയർ ചെയ്യുന്ന സമയത്ത്? ഇഫ് യു കമ്പയർ ദ കോൺഫിഗറേഷൻ ഓഫ് എ സെർവർ. പിന്നെ നമ്മൾ പറഞ്ഞു ക്ലയന്റിനകത്ത് ക്ലയന്റ് വേർഷൻ OS ആയിരിക്കും. സെർവർ ഈസ് ഹാവിംഗ് എ സെർവർ എഡിഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വേരിയേഷൻ ഉള്ള മറ്റേത് ക്ലയന്റ് എഡിഷൻ ആയിരിക്കും. ഇതിനകത്ത് വരാൻ പോകുന്ന ഒരു സെർവർ എഡിഷൻ ആയിരിക്കും നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ക്ലയന്റ് എപ്പോഴും റിക്വസ്റ്റ് ചെയ്യും ആൻഡ് ദ സെർവർ ഈസ് റെസ്പോണ്ടിങ് ടു ദ റിക്വസ്റ്റ് ഫ്രം ദ ക്ലയന്റ്. സോ അങ്ങനെയാണെങ്കിൽ ആ ഒരു ആർക്കിടെക്ചറിനെ നമ്മൾ വിളിക്കും, ആ മോഡലിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? വി കോൾ ബൈ ദ നെയിം ആസ് എ ക്ലയന്റ് സെർവർ മോഡൽ. ഇനി നിങ്ങൾ ഒരു ക്ലയന്റ് സെർവർ മോഡൽ എടുത്താൽ it is having a centralized control. Why we call it is having a centralized control? നമ്മൾ പറഞ്ഞു അതിനൊരു സെൻട്രലൈസ്ഡ് കൺട്രോൾ ഉണ്ടെന്ന്. എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അതിനൊരു സെൻട്രലൈസ്ഡ് കൺട്രോൾ ഉണ്ടെന്ന്? നമുക്കറിയാം സെർവർ ആണ് മൊത്തം കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. ക്ലയന്റുകൾ റിക്വസ്റ്റ് ചെയ്യുന്നു, സെർവറുകൾ എന്ത് ചെയ്യുന്നു? സെർവർ എന്ത് ചെയ്യുന്നു? ആ റിക്വസ്റ്റിന് വേണ്ട റെസ്പോൺസ് കൊടുക്കുന്നു. സോ വി കൻ സേ ദാറ്റ് ദ സെർവർ what it is doing, it manage and control resources and services. അതുകൊണ്ട് നമുക്ക് പറയാം we are having a centralized authority or a centralized control in the case of which one? client server model. client server model എടുത്താൽ അവിടെ നമുക്ക് എന്തുണ്ട്? ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും. ഒരു സെർവർ കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട്. റൈറ്റ്. നെക്സ്റ്റ് വൺ, the second one is the separation of concern. നമുക്കറിയാം the client handle user interfaces and application logic, whether the server manages data and processing. നല്ല ഒരു വേർതിരിവുണ്ട്. ക്ലയന്റ് എന്ത് ചെയ്യുന്നു? യൂസർ ഇന്റർഫേസും application. User interface means what? The interface through which the user is going to interact with the system. അല്ലേ? അപ്പോൾ ആ യൂസർ ഇന്റർഫേസും അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ ലോജിക്കും അത്രയും കാര്യങ്ങൾ ആരാ ചെയ്യുന്നത്? ക്ലയന്റ് ചെയ്യുന്നു. എന്നാൽ ഡേറ്റയും അതോടൊപ്പം തന്നെ ഡേറ്റാനെ മാനേജ് ചെയ്യുന്നു. പ്രോസസ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആരാ ചെയ്യാൻ പോകുന്നത്? ഇറ്റ് ഈസ് ഡൺ ബൈ
ദ സെർവർ ആണ് ചെയ്യുന്നത്. സോ വി ആർ ഹാവിംഗ് എ സെപ്പറേഷൻ ഓഫ് കൺസേൺ. രണ്ടുപേർക്കും ഓരോ ലിമിറ്റ് ഉണ്ട്. ക്ലയന്റിന് ഇന്ന കാര്യങ്ങൾ, സെർവറിന് ഇന്ന കാര്യങ്ങൾ. ദാറ്റ്സ് അഗൈൻ അനദർ ക്യാരക്ടറിസ്റ്റിക്സ്. ദെൻ സ്കേലബിലിറ്റി. നമുക്ക് സ്കേലബിൾ ആണ്, നോട്ട്സിനെ ആഡ് ചെയ്യാം, പുതിയ പുതിയ ക്ലയന്റുകളെ ആഡ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ഈസി ടു ആഡ്. സോ വി കൻ സേ ദാറ്റ് സ്കേലബിലിറ്റി ഇസ് അഗൈൻ അനദർ ഇമ്പോർട്ടന്റ് ഫീച്ചർ. സോ എക്സാമ്പിൾസ് ഓഫ് ദിസ് ഈ ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ അനുസരിച്ച് വർക്ക് ചെയ്യുന്നതാണ് വെബ് ആപ്ലിക്കേഷൻ ആൻഡ് ഡേറ്റാബേസ് സിസ്റ്റംസ്. ഇതെല്ലാം ഏതിന് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു? ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് വാട്ട്? ക്ലയന്റ് സെർവർ മോഡൽ. അതെന്താ? വെബ് സെർവർ നമുക്കറിയാം, വെബ് ആപ്ലിക്കേഷൻ, നമുക്ക് വെബ് ആപ്ലിക്കേഷൻസ് ഉണ്ട് പലതും അല്ലേ. നമ്മളൊരു കാര്യം റിക്വസ്റ്റ് ചെയ്യുന്നു, അത് കറസ്പോണ്ടിങ് എന്താണ്? നമ്മളുടെ സിസ്റ്റത്തിൽ ഇരുന്നു കൊണ്ട് വെബ് ബ്രൗസറിന്റെ സഹായത്തോടു കൂടി നമ്മളൊരു റിക്വസ്റ്റ് വിട്ടാൽ അതെന്താണ്? അതിന്റെ കറസ്പോണ്ടിങ് സെർവറിൽ പോയിട്ടാണ് ആ കണ്ടന്റ് തിരിച്ച് എവിടെ വരുന്നത്? ബ്രൗസർ വഴി നമ്മളുടെ ഏതിലേക്ക് വരുന്നത്? നമ്മുടെ ക്ലയന്റ് അല്ലെങ്കിൽ നമ്മുടെ മെഷീനിലേക്ക് വരുന്നത്. അപ്പം ഈ പറയുന്ന വെബ് ആപ്ലിക്കേഷൻസും ഡേറ്റാബേസ് സിസ്റ്റവും ഒക്കെ ഏതിന് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു? ഏത് മോഡലിന് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു? ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് ക്ലയന്റ് സെർവർ മോഡൽ. സോ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടു, സെൻട്രലൈസ്ഡ് കൺട്രോൾ ഉണ്ട്, separation of concerns ഉണ്ട്, scalability, and these are the examples of which one? The first model, that is this client server model. അപ്പോൾ നമുക്ക് അറിഞ്ഞു ഇത്രയും. ഓക്കെ ഫൈൻ, ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇനി തീർച്ചയായിട്ടും ഇതിന് എന്തുണ്ടാകും? സം ഓഫ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, ആൻഡ് വി വിൽ സീ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. നമ്മൾ ഇത് ക്ലിയർ ആയിട്ട് നോക്കിയാൽ തന്നെ നമുക്കറിയാം സിംപ്ലിഫൈസ് ക്ലയന്റ് ലോജിക്. കാരണം എന്താ? Client can be simpler because the server is doing most of the task. ക്ലയന്റ് റിക്വസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ, ആ സർവീസുകളെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? സെർവറാണ്. സോ വി കൻ സേ ദാറ്റ് ദ ക്ലയന്റ് ലോജിക് ഈസ് സിംപ്ലിഫൈഡ്. ക്ലയന്റ് ലോജിക് സിംപ്ലിഫൈഡ് ആണ് എന്ന് പറഞ്ഞു. ഏതിനകത്ത്? ക്ലയന്റ് സെർവർ മോഡലിനകത്ത്. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് അഡ്വാൻറ്റേജ്. പിന്നെ നമ്മൾ പറഞ്ഞു ദ സെക്കൻഡ് വൺ ഈസ് എ സെൻട്രലൈസ്ഡ് മാനേജ്മെന്റ്. വി ആർ ഹാവിംഗ് ദ കോൺസെപ്റ്റ് ഓഫ് എ സെർവർ. നമുക്ക് സെർവറിന്റെ കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് ഒരു സെൻട്രലൈസ്ഡ് മാനേജ്മെന്റ് ഉണ്ട്. സോ ദാറ്റ്സ് അഗൈൻ അനദർ ഇമ്പോർട്ടന്റ് അഡ്വാൻറ്റേജ് ഓഫ് വിച്ച് വൺ? ദിസ് ക്ലയന്റ് സെർവർ മോഡൽ. ഇനി അതിന്റെ മേജർ ഡിസഡ്വാൻറ്റേജ് എന്താണ്? സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലർ. ഈ സെർവർ ഒന്ന് ഡൗൺ ആയാൽ എന്ത് ചെയ്യും? ദ ക്ലയന്റ് ഡിഡ്ന്റ് ഗെറ്റ് എനി സർവീസസ്. So that's the first disadvantage. And the next one is scalability limitations. ചില സമയത്ത് ഈ സെർവേഴ്സ് എന്ത് ചെയ്യും? become bottleneck under heavy load. അപ്പോൾ ആ സ്കേലബിലിറ്റി ഇഷ്യൂസും വരാം. So that's again another disadvantage of which one? This client server model. അപ്പോൾ client server model കണ്ടു. ക്ലയന്റ് ഉണ്ട്, സെർവർ ഉണ്ട്. സെൻട്രലൈസ്ഡ് അതോറിറ്റി സെർവർ ആണ്. ക്ലയന്റുകൾ എന്ത് ചെയ്യുന്നു? യൂസർ ഇന്റർഫേസും ആപ്ലിക്കേഷൻ ലോജിക്കും കൈകാര്യം ചെയ്യുന്നു. സെർവറാണ് ഡേറ്റയും ബാക്കി പ്രോസസ്സിങ്ങും എല്ലാം ചെയ്യുന്നത്. ക്ലയന്റ് റിക്വസ്റ്റ് ചെയ്യുന്നു, സെർവർ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സെൻട്രലൈസ്ഡ് കൺട്രോൾ എന്ന് പറയുന്നത് ആരാണ്? സെർവർ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് പറയാം ക്ലയന്റ് ലോജിക് ഒന്ന് സിംപ്ലിഫൈഡ് ആണ്. കാരണം എന്താ? ക്ലയന്റിന് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൂ, എന്നാൽ മോസ്റ്റ് ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഈസ് ഡൺ ബൈ ദ സെർവർ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ ക്ലയന്റ് ലോജിക് ഈസ് സിംപ്ലിഫൈഡ്. പിന്നെ നമ്മൾ പറഞ്ഞു കുറച്ചും കൂടെ സെൻട്രലൈസ്ഡ് ഒരു മാനേജ്മെന്റ് ഉണ്ട്. സെർവർ കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് വി ആർ ഹാവിംഗ് ദ സെൻട്രലൈസ്ഡ് മാനേജ്മെന്റ് കോൺസെപ്റ്റ് ദെയർ. ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിൽ. ഇഫ് ദ സെർവർ ഫെയിൽ ദ എൻറ്റയർ സിസ്റ്റം ഗെറ്റ് ഫെയിൽ. കാരണം എന്താണ്? ക്ലയന്റുകൾക്ക് അവരുടെ റിക്വസ്റ്റ് ഒന്നും ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. ദെൻ സ്കേലബിലിറ്റി ലിമിറ്റേഷൻസ്. ഇപ്പോൾ ലോഡൊക്കെ കൂടി വരുന്ന സമയത്താണെങ്കിൽ, ഹെവി ലോഡൊക്കെ വരുന്ന സമയത്ത് വി ക്യാൻ സേ ദാറ്റ് ദിസ് ബിക്കം എ ബോർഡ്. സെർവേഴ്സ് ക്യാൻ ബിക്കം ബോട്ടിൽ നെക്ക് അണ്ടർ ഹെവി ലോഡ്. ആ ഒരു സ്കേലബിലിറ്റി ഇഷ്യൂസും നമ്മൾക്ക് ചില സമയത്ത് ഫേസ് ചെയ്യുക. അപ്പോൾ ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് വിച്ച് വൺ? ദ ഫസ്റ്റ് ആർക്കിടെക്ചറൽ മോഡൽ, ദാറ്റ് ഈസ് ക്ലയന്റ് സെർവർ മോഡൽ. നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലെ ആദ്യത്തെ ആർക്കിടെക്ചറൽ മോഡൽ പഠിച്ചു കഴിഞ്ഞു, ക്ലയന്റ് സെർവർ മോഡൽ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് മോഡൽ. ഇനി നമ്മൾക്ക് രണ്ടാമത്തെ മോഡലിലേക്ക് പോകാം. ആ മോഡൽ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ പിയർ ടു പിയർ മോഡൽ. അപ്പോൾ രണ്ടാമത്തെ മോഡൽ ഏതാണ്? പിയർ ടു പിയർ മോഡലാണ്. അപ്പോൾ ആ കോൺസെപ്റ്റിൽ തന്നെയുണ്ട്. അപ്പം ആദ്യം തന്നെ നമ്മൾ അറിയണം ദർ ഇസ് നോ സെൻട്രലൈസ്ഡ് കോൺസെപ്റ്റ്. ഇവിടെ നമുക്ക് എന്താണ്? സെർവർ പോലത്തെ ഒരു സെൻട്രലൈസ്ഡ് കോൺസെപ്റ്റ്. എവ്രിവൺ ഈസ് ഹാവിങ് ഈക്വൽ പ്രയോറിറ്റി. അതിനകത്തുള്ള എല്ലാവർക്കും ഒരേ പ്രയോറിറ്റിയാണ്. ആൻഡ് വി കോൾ ദം as what? പിയേഴ്സ്. അവരെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? പിയേഴ്സ് എന്ന് വിളിച്ചു. മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. വി ആർ ഹാവിംഗ് ദ കോൺസെപ്റ്റ് ഓഫ് വാട്ട്? വി ആർ ഹാവിംഗ് എ ക്ലയന്റ് and we are having server. So the client request, so the server is responding. ഇങ്ങനെ വരും ക്ലയന്റ് സെർവറിൽ. എന്നാൽ പിയേഴ്സ് പറഞ്ഞാലോ എല്ലാവർക്കും ഒരേ റൈറ്റ് ആണ്. ദിസ് ഈസ് പിയർ 1, ദിസ് ഈസ് പിയർ 2, റൈറ്റ്?
they can communicate with each other. അവർക്ക് പരസ്പരം എന്താ റിസോഴ്സുകളെ ഷെയർ ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പോസിബിൾ ആണ്. സോ ഇൻ പിയർ ടു പിയർ മോഡൽ each nodes have equivalent capacities and responsibilities. Peers communicate directly with each other without a centralized control. അപ്പോൾ പിയർ ടു പിയർ സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ഒരു സെൻട്രലൈസ്ഡ് കൺട്രോൾ ഇല്ല, എല്ലാവർക്കും ഒരേ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അവരെ ഓരോരുത്തരെയും നമ്മളൊരു പേര് വിളിച്ചു, വി കോൾ ദം ആസ് പിയേഴ്സ് നമ്മൾ വിളിച്ചു. അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഡീസെൻട്രലൈസേഷൻ ഇസ് ദ ഫസ്റ്റ് ആൻഡ് മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വിച്ച് വൺ? പിയർ ടു പിയറിലെ മേജർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഏതെന്ന് പറയുന്നത്? വി കോൾ ഇറ്റ് as ഡീസെൻട്രലൈസേഷൻ. കാരണം എന്താ? ഒരു സെർവർ കോൺസെപ്റ്റ് അവിടെ ഇല്ല, എല്ലാവരും പിയേഴ്സ് ആണ്, അവർക്ക് പരസ്പരം എന്ത് ചെയ്യാം? റിസോഴ്സുകളും ഡേറ്റയും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റും. സോ ഡീസെൻട്രലൈസേഷൻ, ദാറ്റ്സ് ദ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്. സ്കേലബിലിറ്റി, ദിസ് ഇസ് ഹൈലി സ്കേലബിൾ, യു ക്യാൻ ആഡ് പിയേഴ്സ്, നമുക്ക് പുതിയ പിയേഴ്സിനെ ആഡ് ചെയ്യാം, ജോയിൻ ചെയ്യാം, അതോടൊപ്പം ദാറ്റ് വിൽ കോൺട്രിബ്യൂട്ട് ടു ദ സിസ്റ്റം. ദെൻ അഗൈൻ ദ നെക്സ്റ്റ് വൺ ഈസ് ഫോൾട്ട് ടോളറൻസ്. കാരണം എന്താ? സെർവർ ഉള്ള സമയത്ത് സെർവർ ഡൗൺ ആയാൽ ക്ലയന്റുകൾക്ക് എന്ത് ചെയ്യത്തില്ല? സർവീസുകൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇവിടെ എന്താണ്? ഏതെങ്കിലുമൊക്കെ പിയേഴ്സ് ഡൗൺ ആയാലും ദ സിസ്റ്റം വിൽ വർക്ക്. അതുകൊണ്ട് നമുക്ക് പറയാം ദ ഫോൾട്ട് ടോളറൻസ് ആണ്, ഇറ്റ് ഈസ് മോർ റെസിലന്റ് ആണ്, ആ നെറ്റ്വർക്ക് കുറച്ചും കൂടി റെസിലന്റ് ആണ് ടു ഫെയിലേഴ്സ്, സിൻസ് ദ സിസ്റ്റം ഡിഡ് നോട്ട് റിലേ ഓൺ എ സിംഗിൾ നോഡ്. ഒരൊറ്റ നോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ക്ലയൻറ്റ് സെർവർ ആണ്, അപ്പം എല്ലാം സെർവറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇവിടെ ആകുമ്പോൾ എല്ലാവർക്കും ഒരേപോലത്തെ പ്രയോറിറ്റി, എല്ലാവർക്കും ഒരേപോലത്തെ റെസ്പോൺസിബിലിറ്റീസ് ആണ്, ആർക്കും ഒരു സെൻട്രലൈസ്ഡ് കൺട്രോളും പവർ ഇല്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ്? ദിസ് ഇസ് സംവാട്ട് റെസിലന്റ് ടു ഫെയിലേഴ്സിന് ചാൻസ് കുറവ്. എന്ന് വെച്ചാൽ ഫെയിലേഴ്സ് ഇല്ല എന്നല്ല, ഫെയിലർ വന്നാലും അത് ഓവറോൾ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ്സ് എ റീസൺ ബൈ വി കോൾ ഇറ്റ് as ഫോൾട്ട് ടോളറൻസ്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോൾ യൂസ് ചെയ്തില്ല BitTorrent ഒക്കെ ഇല്ലേ, നമ്മൾ സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്തില്ലേ, അതെല്ലാം ബേസ്ഡ് അപ്പോൺ വാട്ട്? ആ ഫയൽ ഷെയറിംഗ് നെറ്റ്വർക്ക്സ് ആയിട്ടുള്ള BitTorrent, ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക്സ് ഒക്കെ ഏതിന് എക്സാമ്പിൾ ആണെന്ന് അറിയാം? ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് വാട്ട്? പിയർ ടു പിയർ മോഡലാണ്. പിയർ ടു പിയർ മോഡൽ, അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലെ പിയർ ടു പിയർ മോഡലിന് എക്സാമ്പിൾ ആണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന ഫയൽ ഷെയറിംഗ് നെറ്റ്വർക്ക്സ് നമ്മൾ യൂസ് ചെയ്യും. ഫിലിംസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ്? BitTorrent നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ആ BitTorrent സീഡ്സ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ആ BitTorrent എന്ന് പറയുന്നത് എന്താണ്? ഇത് അഗെയിൻ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് വാട്ട്? പിയർ ടു പിയർ ആണ്. പിന്നെ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കും ഏതിന് എക്സാമ്പിൾ ആണ്? ഇറ്റ്സ് അഗെയിൻ എക്സാമ്പിൾ ഓഫ് വിച്ച് വൺ? പിയർ ടു പിയർ നെറ്റ്വർക്കിന് എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ പിയർ ടു പിയർ മോഡലിന് എക്സാമ്പിൾ ആണ്. നൗ ലെറ്റ്സ് സീ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. എല്ലാത്തിനും അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. സോ ദ മേജർ അഡ്വാൻറ്റേജ് ഈസ് റിസലന്റ് ആൻഡ് റോബസ്റ്റ്. ഫെയിലർ കുറവാണ്, കാരണം സെൻട്രലൈസ്ഡ് പവർ ഇല്ല, സെൻട്രലൈസ്ഡ് ഫെയിലർ കോൺസെപ്റ്റ് ഇല്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇത് റിസലന്റ് ടു ഫെയിലർ ആണ്, കുറച്ചും കൂടെ റോബസ്റ്റ് ആണെന്ന് പറഞ്ഞു. ദാറ്റ്സ് എ ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ് ഓഫ് വാട്ട്? P2P, പിയർ ടു പിയറിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ് കണ്ടത്. പിന്നെ അത് കൂടാതെ റിസോഴ്സുകളെ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. സോ ദ പിയേഴ്സ് വിൽ യൂസ് ദ റിസോഴ്സസ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. ദാറ്റ്സ് അഗെയിൻ അനദർ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വിച്ച് വൺ? അല്ലെങ്കിൽ ഏതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്? പിയർ ടു പിയർ നെറ്റ്വർക്കിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോംപ്ലക്സിറ്റി. അതിനെ ഡിസൈൻ ചെയ്യാനും മാനേജ് ചെയ്യാനും കുറച്ച് കോംപ്ലക്സ് ആണ്. അത് കൂടാതെ ചില സെക്യൂരിറ്റി കൺസേൺസും ഉണ്ട്. കാരണം നമുക്കൊരു സെൻട്രലൈസ്ഡ് കൺട്രോൾ ഇല്ല, എല്ലാവർക്കും ഒരേ കൺട്രോൾ വരുമ്പോഴെന്താണ്? ഒരു സെക്യൂരിറ്റി ഇഷ്യൂസിനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ദീസ് ആർ ദ മേജർ ഡിസഡ്വാൻറ്റേജസ് ഓഫ് വിച്ച് വൺ? പിയർ ടു പിയർ സിസ്റ്റം. പിയർ ടു പിയർ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ പിയർ ടു പിയർ മോഡലിൻ്റെ മേജർ അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീസെൻട്രലൈസേഷൻ, അതൊരു അഡ്വാൻറ്റേജ് ആണ്. റെസിലന്റ് ആൻഡ് റോബസ്റ്റ്, റിസോഴ്സ് യൂട്ടിലൈസേഷൻ ഒക്കെ നന്നായിട്ടുണ്ട്. എന്നാൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോംപ്ലക്സിറ്റി ആൻഡ് സെക്യൂരിറ്റി കൺസേൺസ്. ദീസ് ആർ ദ മേജർ ഡിസഡ്വാൻറ്റേജസ് ഓഫ് വിച്ച് വൺ? ദിസ് പിയർ ടു പിയർ മോഡൽ. അപ്പോൾ രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം മോഡലാണ് നമ്മൾ പഠിച്ചത്. ആദ്യം ക്ലയൻറ്റ് സെർവർ പഠിച്ചു, രണ്ടാമത് നമ്മൾ പഠിച്ചത് ഏതാണ്? ഇറ്റ് ഈസ് പിയർ ടു പിയർ. ഓക്കെ, ഇനി ലെറ്റ്സ് സീ ദ തേർഡ് മോഡൽ. മൂന്നാമത്തെ മോഡൽ നമ്മൾക്ക് കാണാം. ആൻഡ് ദാറ്റ് മോഡൽ വി കോൾ ബൈ ദ നെയിം എസ് 3-tier മോഡൽ. നമ്മളുടെ ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ കാണും, നമ്മൾ പ്രോജക്ട്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ചോദിക്കും ഹൗ മെനി ടയർസ് വി ആർ ഹാവിംഗ് അല്ലേ? ഇത് 3-tier മോഡൽ. 3-tier മീൻസ് വാട്ട്? വി ആർ ഹാവിംഗ് 3 layers. 3 ടയറുകൾ ഉണ്ടെന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താണ്? 3 layers ഉണ്ടെന്ന് പറഞ്ഞു. വി ആർ ഹാവിംഗ് എ പ്രസന്റേഷൻ ടയർ, വി ആർ ഹാവിംഗ് എ ലോജിക് ടയർ, ആസ് വെൽ as വി ആർ ഹാവിംഗ് എ
ഡേറ്റ ടയർ. അങ്ങനെ 3 ലെയറുകളുണ്ട്, 3 ടയറുകളുണ്ട് എന്ന് പറയാം ഏതിനകത്ത്? ഇൻ ദിസ് 3 ടയർ മോഡൽ. സോ ദ നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം മോഡൽ, അടുത്ത നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം മോഡൽ എന്ന് പറയുന്നത് ഏതാണ്? 3 ടയർ മോഡലാണ്. അതെന്താണ്? ദാറ്റ് ഡിവൈഡ്സ് ദ സിസ്റ്റം ഇൻടു 3 ലെയേഴ്സ്. 3 ലെയേഴ്സ് ആയിട്ട് സിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ആ ലെയർ? വി ഹാവിംഗ് എ പ്രസന്റേഷൻ ടയർ, വി ഹാവിംഗ് എ ലോജിക് ടയർ ആൻഡ് ദ തേർഡ് വൺ വി ഹാവിംഗ് എ ഡേറ്റ ടയർ. അങ്ങനെ 3 ലെയർ ആയിട്ട് ഡിവൈഡ് ചെയ്തു. സോ ഇഫ് യു ലുക്ക് ഓൺ ദ പ്രസന്റേഷൻ ടയർ, വാട്ട് യു കൻ സീ? ഇറ്റ് ഈസ് എ യൂസർ ഇന്റർഫേസ്. It's the interface through which the user is going to interact. User interact ചെയ്യുന്ന ഒരു ഇന്റർഫേസ് എവിടെയാണ് വരാൻ പോകുന്നത്? In that presentation tier. അല്ലെ, അത് നമുക്കൊരു വെബോ അല്ലെങ്കിൽ മൊബൈലോ എന്തുമായിക്കൊള്ളട്ടെ ആ ഒരു ക്ലയന്റുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. സോ ദിസ് ഇസ് ദ യൂസർ ഇന്റർഫേസ് ലെയർ, ഓഫൺ ഇംപ്ലിമെന്റഡ് ആസ് എ വെബ് ഓർ മൊബൈൽ ക്ലയന്റ്. വെബ് ആകട്ടെ മൊബൈൽ, ഇപ്പൊ നമുക്ക് എന്താണെങ്കിലും ഒന്നെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ ആകാം, അല്ലെങ്കിൽ അതെന്താണ് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ. അത് എന്തുമായിക്കൊള്ളട്ടെ യൂസറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പോകുന്ന ആ ഒരു AI അല്ലെങ്കിൽ ആ ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത് എന്താണ്? അത് ഏത് ടയറിൽ വരുന്നു? ദാറ്റ് കംസ് ഇൻ പ്രസന്റേഷൻ ടയർ. ഇനി ലോജിക് ടയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ആക്ച്വൽ ബിസിനസ് ലോജിക് ആൻഡ് ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ്. നമ്മുടെ ആക്ച്വൽ ആയിട്ടുള്ള ആ ബിസിനസ് പ്രോസസ്സിംഗ് ഉണ്ടല്ലോ, ആ ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് ഉണ്ടല്ലോ, ആ ബിസിനസ് ലോജിക് ഉണ്ടല്ലോ, ആ ലെയറിനെ അല്ലെങ്കിൽ ആ ടയറിനെ നമ്മൾ വിളിച്ച പേരെന്താണ്? ലോജിക് ടയർ എന്ന് വിളിച്ചു. And the third one is data tier. Data tier എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം it is related to what? This database and your data storage. നമ്മുടെ ഡേറ്റാബേസ് അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ സ്റ്റോറേജുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആ ടയർ, ആ ലെയറിനെ നമ്മൾ ഏതെന്ന് വിളിച്ചു? ഡേറ്റ ടയർ. അപ്പോൾ ഇതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ്? ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ, enterprise applications that we are using. നമ്മൾ യൂസ് ചെയ്യുന്ന ഇ-കോമേഴ്സ് ആപ്ലിക്കേഷൻസ് എല്ലാം ഏതിൽ എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത്? ദാറ്റ് കംസ് ഇൻ 3 ടയർ മോഡൽ. ഈ 3 ടയർ മോഡലിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നു. It's very simple. 3 tier model, 3 layers. The first layer is presentation, API, application programming interface. Second layer is you call by the name as logic tier. അതെന്താണ്? ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ലോജിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. മൂന്നാമത്തെ എന്താണ്? ഡേറ്റാബേസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, നമ്മുടെ ഡേറ്റ സ്റ്റോറേജ്. സോ വി കോൾ ഇറ്റ് as ഡേറ്റ ടയർ. അങ്ങനെ 3 ടയറിലാണ്, 3 ലെയറിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഏതാണ്? ദിസ് ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻസ് ആർ ബെസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് വിച്ച് വൺ? ദിസ് 3 ടയർ മോഡൽ. Now let's see what are the advantages and disadvantages of this one. നമുക്കൊന്ന് അറിയണം എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജുകൾ, അതോടൊപ്പം തന്നെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ്. സോ ദ മേജർ അഡ്വാൻറ്റേജസ് ഇസ് ദാറ്റ് മോഡുലാരിറ്റി. ഇങ്ങനെ നമ്മൾ ലെയേർഡ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേഷൻ ഓഫ് കൺസേൺസ് മേക്ക് ഇറ്റ് ഈസി ടു മാനേജ്. നമുക്കിപ്പം API എല്ലാം പ്രസന്റേഷൻ ലെയറിലാണ്, ആപ്ലിക്കേഷൻ ലോജിക് എല്ലാം ലോജിക് ലെയറിലാണ്, എന്നാൽ ഡേറ്റാബേസ് ആൻഡ് ദ ഡേറ്റ സ്റ്റോറേജ് എല്ലാം ഡേറ്റ ടയറിലാണ്. അങ്ങനെ 3 ടയറിൽ വരുന്നതുകൊണ്ട് നമുക്ക് എന്താണ്? ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടയർ ഒന്ന് കറക്റ്റ് ചെയ്യണമെങ്കിൽ അതിനകത്തൊരു എന്താ പറയുക, എന്തെങ്കിലും ഒരു കറക്ഷൻസ് or changes when it is easy to make. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു separation of concerns make it easy to manage and update each layer independently. അപ്പോൾ പലയിടത്തും നമുക്ക് ഈ ലെയേർഡ് ആർക്കിടെക്ചർ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് യു ടേക്ക് ദിസ് കമ്പ്യൂട്ടർ സിനാരിയോ, എസ്പെഷ്യലി വിത്ത് ദ കേസ് ഓഫ് നെറ്റ്വർക്ക്സ് ഒക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം വി ഹാവിംഗ് എ ലെയേർഡ് സിനാരിയോ. എപ്പോഴും നമുക്ക് ലെയേർഡ് സിനാരിയോ കാണാം, ലെയേർഡ് ആർക്കിടെക്ചേഴ്സ് കാണാം. ഈ ലെയേർഡ് ആർക്കിടെക്ചേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? നമുക്കൊരു ലെയറിൽ മാത്രമായിട്ട് അതിൻ്റെ മാനേജ് ചെയ്യാം, റിസോഴ്സ് അല്ലെങ്കിൽ ഒരു ലെയർ മാത്രം എടുത്തിട്ട് അതിനെ മാനേജ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. അതുതന്നെയാണ് ഇതിൻ്റെ മേജർ അഡ്വാൻറ്റേജ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ദാറ്റ് മോഡുലാരിറ്റി കോൺസെപ്റ്റ്. 3 മോഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, 3 ലെയറായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അത് കാരണം കൊണ്ട് എന്താണ്? ഓരോ ലെയറിനെയും ഈസി ആയിട്ട് മാനേജ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും പോസിബിൾ ആണ്. രണ്ടാമത്തെ എന്താണ്? സ്കെയിലബിലിറ്റി. അപ്പം നമുക്ക് ഓരോ ലെയറും ഓരോ ടയറിനെയും ഈസി ആയിട്ട് സ്കെയിൽ ചെയ്യാനും പറ്റും. സോ ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻ്റ് അഡ്വാൻറ്റേജ് ഓഫ് വിച്ച് വൺ? ദിസ്. ഇതിൻ്റെ അടുത്ത മേജർ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ്. ഇനി ഇതിൻ്റെ മേജർ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാറ്റൻസി ഈസ് എ കൺസേൺ, ദെൻ ദ കോംപ്ലക്സിറ്റി ഓൾസോ. ഈ മൾട്ടിപ്പിൾ ലെയർ ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദിസ് ലെയേഴ്സ് നമുക്കറിയാം. ഇനി എങ്ങനെയാ വരാൻ പോകുന്നത്? ദ ലോവർ ലെയർ എങ്ങനെയാ, ഹൗ ദ ലോവർ ലെയർ ഇസ് ഗോയിങ് ടു ഇന്ററാക്ട് വിത്ത് ദ അപ്പർ ലെയർ, അല്ലെങ്കിൽ അപ്പറിൽ അതിൻ്റെ തൊട്ടടുത്ത ലെയറുമായിട്ട് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഈ ലെയറുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ അത് ചിലപ്പോൾ പലപ്പോഴും നമുക്ക് എന്താണ്? ഇറ്റ്സ് എ കൺസേൺ. അതുകൊണ്ട് ലാറ്റൻസി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് വൺ ഓഫ് ദ ഡിസഡ്വാൻറ്റേജ്. ദെൻ അഗെയിൻ മോർ കോംപ്ലക്സ് ആർക്കിടെക്ചേഴ്സ്. ഇങ്ങനെ ഈ ടയർ വരുമ്പോൾ അല്ലെ ലെയേർഡ് ആർക്കിടെക്ചർ വരുമ്പോൾ എന്താണ്? ഇറ്റ്സ് മോർ കോംപ്ലക്സ് ആർക്കിടെക്ചേഴ്സ് കമ്പയർഡ് ടു സിംപ്ലർ മോഡൽ. സിംപ്ലർ മോഡലുകളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ആർക്കിടെക്ചറാണ് ആർക്കുള്ളത്? ഈ പറയുന്ന 3 ലെയേർഡ് മോഡലിന് നമുക്ക് കാണാൻ പറ്റും. സോ ദീസ് ആർ ദ മേജർ അഡ്വാൻറ്റേജസ്
and disadvantages of which one? The first one is modularity. The second one is scalability. Then അതിന്റെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു ലാറ്റൻസി ആൻഡ് കോംപ്ലക്സിറ്റി. സോ ദീസ് ആർ ദ മേജർ ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ നമ്മൾ എത്ര മോഡൽസ് പഠിച്ചു? 3 മോഡൽ. ആദ്യത്തെ മോഡൽ ക്ലയന്റ് സെർവർ, രണ്ടാമത്തത് പിയർ ടു പിയർ, മൂന്നാമത്തത് 3 ടയർ ഓർ 3 ലെയർഡ് മോഡൽ. അങ്ങനെ 3 മോഡൽ പഠിച്ചു. നൗ ലെറ്റ്സ് സീ the next model that's called by the name as microservice architecture. Microservices. അപ്പോൾ നമുക്ക് എന്താണ് ഈ ടേമിൽ നിന്നുണ്ട്? We are decomposing an application into a suite of small independently deployable സർവീസുകൾ. നമുക്ക് ഒരു ഈ മൈക്രോ സർവീസസ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആപ്ലിക്കേഷന് കുറേ സ്മോളായിട്ടുള്ള മൈക്രോ സർവീസുകൾ ഈസി ഇൻഡിപെൻഡൻ്റ് ആയിട്ടും ഡിപ്ലോയ് ചെയ്യാവുന്ന കുറേ സർവീസുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈച്ച് റണ്ണിങ് unique process and communicating through lightweight mechanisms like HTTP or messaging queue. ആ ഒരു കോൺസെപ്റ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? വി കോൾ ഇറ്റ് as മൈക്രോ സർവീസ് ആർക്കിടെക്ചർ. ഒന്നുമില്ല, മൈക്രോ സർവീസ് ആർക്കിടെക്ചർ വരുമ്പോൾ എന്താണ്? ഇത് നമ്മുടെ ആപ്ലിക്കേഷനെ എ സ്യൂട്ട് ഓഫ് സ്മോൾ ഇൻഡിപെൻഡന്റ് ആൻഡ് ഈസിലി ഡിപ്ലോയബിൾ സർവീസുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈച്ച് റണ്ണിങ് എ യുണീക് പ്രോസസ് ആൻഡ് ദേ ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ബൈ യൂസിങ് ലൈറ്റ് വെയ്റ്റ് മെക്കാനിസംസ് ലൈക്ക് HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, അതല്ലെങ്കിൽ മെസ്സേജ് ക്യൂയിങ് പോലത്തെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെക്കാനിസംസ് ഉപയോഗിച്ച് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആരാണ്? ദീസ് സർവീസസ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ആർക്കിടെക്ചറിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? വി കോൾ ഇറ്റ് as മൈക്രോ സർവീസ് ആർക്കിടെക്ചർ. അപ്പം നമുക്കൊരു ആപ്ലിക്കേഷൻ അതിനെ കുറച്ച് എ സ്യൂട്ട് ഓഫ് സ്മോൾ മൈക്രോ സർവീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ സർവീസുകൾ എങ്ങനെയാണ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അത് ഈച്ച് റണ്ണിങ് ആൻഡ് ഇൻഡിപെൻഡന്റ്, ഓരോന്നും എന്താണ്? ഈച്ച് റണ്ണിങ് എ യുണീക് പ്രോസസ്, അല്ലെങ്കിൽ ഈച്ച് റണ്ണിങ് എ യുണീക് പ്രോസസ്, ഓരോന്നും ഓരോ യുണീക് പ്രോസസ്. ഒരു micro service that's running a unique process, another micro process that is running another unique process. How they communicate with each other? By using lightweight protocols like HTTP പോലത്തെ അല്ലെങ്കിൽ മെസ്സേജ് ക്യൂ മുതലായവ ഉപയോഗിച്ച് അവ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. റൈറ്റ്. ഇനി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കിയാൽ ഏതാണ്? ഈ മൈക്രോ സർവീസസ് ആർക്കിടെക്ചറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കിയാൽ ദ ഫസ്റ്റ് വൺ ഈസ് ഇൻഡിപെൻഡൻസ്. നമുക്കറിയാം നമ്മൾക്കുള്ള ആപ്ലിക്കേഷനെ എ സ്യൂട്ട് ഓഫ് സ്മോൾ ഇൻഡിപെൻഡന്റ് സർവീസുകളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ ഇൻഡിപെൻഡൻസ് ഈസ് ദെയർ. ഈച്ച് മൈക്രോ സർവീസ് ക്യാൻ ബി ഡെവലപ്ഡ്, ഡിപ്ലോയിഡ് ആൻഡ് സ്കെയിൽഡ് ഇൻഡിപെൻഡന്റ്ലി. ഓരോ സർവീസുകളും അതിൻ്റെതായ രീതിയിൽ സ്കെയിൽ ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം, ഡിപ്ലോയ് ചെയ്യാം, ഇൻഡിപെൻഡന്റ് ആണ്. സോ വി ക്യാൻ സേ ദ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് വാട്ട്? ഇൻഡിപെൻഡൻസ്. Then it is loose coupling. Services are loosely coupled and they can interact through application program. They loosely coupled ആണ്. They can communicate through what? Application programming interface വഴി communicate ചെയ്യാം, പരസ്പരം interact ചെയ്യാം. Services are loosely coupled and they can interact using API, application programming interface വഴി അതിന് interact ചെയ്യാം. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാർജ് സ്കെയിൽ വെബ് ആപ്ലിക്കേഷൻസ് ആൻഡ് ക്ലൗഡ് നേറ്റീവ് ആപ്ലിക്കേഷൻസ് ആർ എക്സാമ്പിൾസ് ഓഫ് വാട്ട്? മൈക്രോ സർവീസ് ആർക്കിടെക്ചർ. അപ്പോൾ മൈക്രോ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും ഓർത്താൽ മതി. നമ്മുടെ ആപ്ലിക്കേഷനെ എ സ്യൂട്ട് ഓഫ് സ്മോൾ മൈക്രോ സർവീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ മൈക്രോ സർവീസുകൾ എന്ന് പറഞ്ഞാൽ ദേ ആർ റണ്ണിങ് എ യുണീക് പ്രോസസ്. ഓരോ സർവീസുകളും ഓരോ പ്രോസസ് ആയിരിക്കും റൺ ചെയ്യുന്നത്. ദേ ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. ഈ പ്രോസസ്സുകൾ പരസ്പരം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു? HTTP മുഖാന്തരം അല്ലെങ്കിൽ മെസ്സേജിംഗ് ക്യൂ മുഖാന്തരം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിപെൻഡൻസ് ആണ്. ഓരോ സർവീസുകളും ഓരോ മൈക്രോ സർവീസുകളെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. ദേ ക്യാൻ ബി ഡിപ്ലോയ്ഡ് ഇൻഡിപെൻഡൻ്റ്ലി ആസ് വെൽ ആസ് they are scaled independently. That's the most important characteristics. The next one is it is loosely coupled and they can interact through application programming interface. Example, large scale web applications and cloud native applications. ഇതെല്ലാം ഏതിന് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു? These are all examples of what? Micro services architecture. അതിനുള്ള examples. Now let's see what are the advantages and what are the disadvantages. അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്കെയിലബിലിറ്റി. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സർവീസുകൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം, ഡിപ്ലോയ് ചെയ്യാം, അല്ലെ സ്കെയിൽ ചെയ്യാം. സോ ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്കെയിലബിലിറ്റി ഈസ് അഗെയിൻ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. നെക്സ്റ്റ് വൺ ഈസ് റെസിലൻസ്.
ഫെയിലിയർ ഇൻ വൺ സർവീസ് ഡസ് നോട്ട് നെസസറിലി ഇമ്പാക്ട് ദ എൻറ്റയർ സിസ്റ്റം. ഏതെങ്കിലും ഒരു സർവീസ് ഒന്ന് ഫെയിൽ ആയാൽ അത് മൊത്തം സിസ്റ്റത്തെയും എഫക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് പറയാം ഇറ്റ് ഇസ് റെസിലൻസ് ടു ഫെയിലിയർ. സോ ദീസ് ടു ആർ ദ മേജർ അഡ്വാൻറ്റേജസ്. ഈ രണ്ടും അതിൻ്റെ മേജർ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ആണ്. ഏതിൻ്റെ എന്ന് പറഞ്ഞു? നമ്മൾ പറഞ്ഞു മൈക്രോ സർവീസസ് ആർക്കിടെക്ചർ. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ദ കോംപ്ലക്സിറ്റി ആൻഡ് ഓവർഹെഡ്, ഇൻക്രീസ്ഡ് ഓവർഹെഡ് ഡ്യൂ ടു നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സർവീസ്. ഈ സർവീസുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓരോ സർവീസുകളും ഓരോ പ്രോസസ്സാണ്, യുണീക് പ്രോസസ്സാണ്. അത് പരസ്പരം എന്താണ്? ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, IPC ഉണ്ട്. അതൊന്നെങ്കിൽ എന്താണ്? ബൈ യൂസിങ് HTTP ഉപയോഗിക്കാം. ദേ കൻ യൂസ് HTTP, അല്ലെങ്കിൽ മെസ്സേജ് ക്യൂയിങ്ങോ സെമഫോറോ അല്ലെങ്കിൽ ഷെയർഡ് മെമ്മറി കോൺസെപ്റ്റ് ഒക്കെ യൂസ് ചെയ്യാം. പല കോൺസെപ്റ്റ്സ് ഉണ്ട്. അല്ലെങ്കിൽ RPC, റിമോട്ട് പ്രൊസീജിയർ കോൾ, എന്ത് വേണോ, അല്ല RMI, റിമോട്ട് മെത്തേഡ് ഇൻവൊക്കേഷൻ, അങ്ങനെ പല മെക്കാനിസംസ് ഉണ്ട് ഇവ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അറിയണം, ഈ ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയത്ത് മേ ബി സംടൈംസ് ഇറ്റ് വിൽ ക്രിയേറ്റ് സം ഓവർഹെഡ്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇത് കൂടാതെ കോംപ്ലക്സിറ്റി, ഈ ഇന്റർ സർവീസ് കമ്മ്യൂണിക്കേഷനും ഡേറ്റ കൺസിസ്റ്റൻസിയൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ കെയർഫുൾ മാനേജ്മെൻറ്റ് ഈസ് റിക്വയർ. അതർവൈസ് അതെന്താണ്? അത് മൊത്തത്തിൽ നന്നായിട്ട് അതിനെ മാനേജ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കോംപ്ലക്സിറ്റി ലെവല് നമ്മൾ നോക്കിയാൽ അല്പം കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് പറയാം കോംപ്ലക്സിറ്റി ആൻഡ് ഓവർഹെഡ്, ദീസ് ആർ ദ മേജർ ഡിസഡ്വാൻറ്റേജസ് ഓഫ് വിച്ച് വൺ? ഇതിൻ്റെ മേജർ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജാണ് ഇത് മൈക്രോ സർവീസസ് ആർക്കിടെക്ചർ. സോ അടുത്ത ആർക്കിടെക്ചർ, നാലാമത്തെ നമ്മൾ പഠിച്ചു മൈക്രോ സർവീസസ് ആർക്കിടെക്ചർ. ആൻഡ് ദ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇറ്റ് ഈസ് സർവീസ് ഓറിയന്റഡ് ആർക്കിടെക്ചർ. അടുത്ത ഒരു ആർക്കിടെക്ചർ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ദ നെയിം ഓഫ് ദാറ്റ് ആർക്കിടെക്ചർ ഈസ് SOA, സർവീസ് ഓറിയന്റഡ് ആർക്കിടെക്ചർ. അപ്പം നമുക്കറിയാം നമുക്കൊരു എന്താണ്, ഒരു ആർക്കിടെക്ചറൽ പാറ്റേൺ ഉണ്ട്, അതിനെ റീയൂസ് ചെയ്യാം. So SOA is an architectural pattern where services are provided to other components by application components through a communication protocol over a network. അതായത് നമുക്ക് റീയൂസ് ചെയ്യാം, സർവീസുകൾ റീയൂസ് ചെയ്യാൻ പറ്റും. ഏതിനകത്ത്? ഈ സർവീസ് ഓറിയന്റഡ് ആർക്കിടെക്ചറിനകത്ത്. സോ വാട്ട് ഈസ് സർവീസ് ഓറിയന്റഡ് ആർക്കിടെക്ചർ? SOA, where services are provided to other components by application components through a communication protocol over network. ഒരു communication protocol ന്റെ സഹായത്തോടു കൂടി we can provide services to other components by application components. അതിനെ വിളിക്കുന്ന പേരെന്താണ്? സർവീസ് ഓറിയന്റഡ് ആർക്കിടെക്ചർ. ഇപ്പൊ നമുക്കറിയാം സർവീസ് കോമ്പോസിഷൻ. സോ സർവീസുകളെ നമുക്ക് എന്ത് ചെയ്യാം? റീയൂസ് ചെയ്യാം ആൻഡ് കമ്പോസ് ടു ക്രിയേറ്റ് കോംപ്ലക്സ് ആപ്ലിക്കേഷൻസ്. സർവീസുകളെ നമുക്ക് റീയൂസ് ചെയ്യാം. സോ സർവീസ് കോമ്പോസിഷൻ ഈസ് ദേർ. ദെൻ ഇന്റർഓപ്പറബിലിറ്റി. നമുക്കറിയാം ഈ സർവീസുകൾ എന്ത് ചെയ്യാം? ദേ ക്യാൻ ഇന്ററാക്ട് ഈച്ച് അതർ. ഏത് പ്ലാറ്റ്ഫോമും ആയിക്കോട്ടെ, അണ്ടർലൈൻ പ്ലാറ്റ്ഫോം ഓർ ടെക്നോളജി, അവയ്ക്ക് പരസ്പരം ഈ സർവീസുകൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യാം വിത്തൗട്ട് ആ ഒരു ഇന്റർഓപ്പറബിലിറ്റി ഉണ്ട്. നമുക്ക് ഏത് തരം പ്ലാറ്റ്ഫോമുകളാകട്ടെ, അതിൻ്റെ എന്ത് തരം ടെക്നോളജി ആകട്ടെ, ദേ ക്യാൻ ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ. സോ ദാറ്റ് ഇന്റർഓപ്പറബിലിറ്റി കോൺസെപ്റ്റ് ഈസ് ദർ. അതും ഏതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്? ഇറ്റ്സ് വൺ ഓഫ് ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വിച്ച് വൺ? സർവീസ് ഓറിയന്റഡ് ആർക്കിടെക്ചർ. എക്സാമ്പിൾ ആണ് എന്റർപ്രൈസ് ഇന്റഗ്രേഷൻ സിസ്റ്റം ആൻഡ് കോംപ്ലക്സ് ബിസിനസ് ആപ്ലിക്കേഷൻസ് ആർ എക്സാമ്പിൾസ് ഓഫ് വാട്ട്? സർവീസ് ഓറിയന്റഡ് ആർക്കിടെക്ചേഴ്സ്. സർവീസ് ഓറിയന്റഡ് ആർക്കിടെക്ചേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ഈ കണ്ടിരിക്കുന്നത്. ഏതൊക്കെ എന്ന് പറയുന്നത്? എന്റർപ്രൈസ് ഇന്റഗ്രേഷൻ സിസ്റ്റവും കോംപ്ലക്സ് ബിസിനസ് ആപ്ലിക്കേഷൻസും ഏതിന് എക്സാമ്പിൾ ആണ്? സർവീസ് ഓറിയന്റഡ് എന്ന് പറയുന്ന ആർക്കിടെക്ചർ. സോ ദാറ്റ് വൺ ഈസ് എ ഫിഫ്ത്ത് ആർക്കിടെക്ചർ. ഏതൊക്കെയാണ്? SOA, അതൊരു ആർക്കിടെക്ചറൽ പാറ്റേൺ ആണ് വെയർ സർവീസസ് ആർ പ്രൊവൈഡഡ് to other components by application components through a communication protocol. അപ്പോൾ അത് കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ പറഞ്ഞാൽ സർവീസ് ക്യാൻ ബി റീയൂസ്ഡ് ആൻഡ് കമ്പോസ് ടു ക്രിയേറ്റ് കോംപ്ലക്സ് ആപ്ലിക്കേഷൻ. സർവീസുകൾ റീയൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് സർവീസ് ഓറിയന്റഡ് ആർക്കിടെക്ചറിനകത്ത് വരുന്നു. ദെൻ ഇന്റർഓപ്പറബിലിറ്റി കോൺസെപ്റ്റ്സ് ഉണ്ട്. ദ സർവീസസ് ക്യാൻ ഇന്ററാക്ട് റിഗാർഡ്ലെസ് ഓഫ് ദാറ്റ് അണ്ടർലൈങ് വാട്ട്, എന്ത് അണ്ടർലൈങ് ടെക്നോളജിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ എന്ത് അണ്ടർലൈങ് പ്ലാറ്റ്ഫോം ആണ്, അതിനൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സർവീസുകൾക്ക് പരസ്പരം എന്ത് ചെയ്യാം? ഇന്ററാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദാറ്റ്സ് അഗെയിൻ അനദർ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. അതിനെ ഇന്റർഓപ്പറബിലിറ്റി എന്ന് വിളിച്ചു. എക്സാമ്പിൾ പറഞ്ഞു എന്റർപ്രൈസ് ഇന്റഗ്രേഷൻ സിസ്റ്റം ആസ് വെൽ ആസ് കോംപ്ലക്സ് ബിസിനസ് ആപ്ലിക്കേഷൻസ്. ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് വാട്ട്? സർവീസ് ഓറിയന്റഡ് ആർക്കിടെക്ചർ. ഇനി അതിൻ്റെ മേജർ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ റീയൂസബിലിറ്റി ഓഫ് സർവീസസ്. എക്സിസ്റ്റിംഗ് സർവീസുകൾ റീയൂസ് ചെയ്യാം, കോംപ്ലക്സ് സർവീസസ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. സോ അതിൻ്റെ മേജർ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ്. ദെൻ ഇന്റർഓപ്പറബിലിറ്റി. വേരിയസ്
സിസ്റ്റം, അതായത് അണ്ടർലൈൻ പ്ലാറ്റ്ഫോം എന്തുമായിക്കൊള്ളട്ടെ, ഏത് സിസ്റ്റവുമായിട്ടും ടെക്നോളജിയുമായിട്ടൊക്കെ അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഡിസഡ്വാൻറ്റേജ് എന്താണ്? ക്യാൻ ഇൻട്രൊഡ്യൂസ് സിഗ്നിഫിക്കൻറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോർഡിനേഷൻ ഓവർ ഹെഡ് ഉണ്ടാക്കാം. മേ ബി എ ബിറ്റ് കോംപ്ലെക്സ് ഓൾസോ, കോംപ്ലെക്സ് ടു ഡിസൈൻ, ഇംപ്ലിമെൻറ്റ് ആൻഡ് റിക്വയർ റോബസ്റ്റ് ഗവേണൻസ്. കാരണം എന്താണ്? ഈ ഇൻട്രോപ്പറബിലിറ്റി ഒക്കെ ആപ്ലിക്കബിൾ ആകണം എന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം കുറച്ച് കോംപ്ലെക്സ് ആയേക്കാം. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എന്ത് പറയുന്നു? ഓവർ ഹെഡും കോംപ്ലെക്സിറ്റിയും അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ ദീസ് ആർ സം ഓഫ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് വാട്ട് ദിസ് SOA. അപ്പോൾ SOA നമുക്കൊന്നും കൂടി നോക്കണം. SOA എന്ന് പറയുന്നത് എന്താണ്? സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചർ ആണ്. സർവീസുകൾ റീയൂസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ കമ്പോസ് ടു ക്രിയേറ്റ് കോംപ്ലെക്സ് ആപ്ലിക്കേഷൻ, കോംപ്ലെക്സ് ആപ്ലിക്കേഷന് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. പിന്നെ ഇൻ്റർഓപ്പറബിൾ ആണെന്ന് പറഞ്ഞു, അതായത് ഈ സർവീസുകൾ പരസ്പരം ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും, ഇൻഡിപെൻഡൻറ്റ് ഓഫ് വാട്ട് ടെക്നോളജി ഇറ്റ് ഈസ് യൂസിങ്, അല്ലേ? അതല്ല, എന്ത് പ്ലാറ്റ്ഫോമാണ്, ഇതിനൊന്നും ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ ഇതിന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞ ഏതാണ്? എൻ്റർപ്രൈസ് ഇൻ്റഗ്രേഷൻ സിസ്റ്റം എലോങ് വിത്ത് ദിസ് കോംപ്ലെക്സ് ബിസിനസ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ്സ് എക്സാമ്പിൾസ് ഓഫ് ദിസ് സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചർ. ഇനി ഇത് കൂടാതെ അതിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ നോക്കിയപ്പം ആ റീയൂസബിലിറ്റി, ഒരു സർവീസ് ഉണ്ടായിരുന്നു, അതിനെ വീണ്ടും യൂസ് ചെയ്യാം, ഈ സർവീസിനെ ഡീകമ്പോസ് ചെയ്ത് കോംപ്ലെക്സ് ആപ്ലിക്കേഷൻസിലേക്കൊക്കെ യൂസ് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. ഇതെല്ലാം എന്താണ്? അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജസ് ആണ്. അതാണ് പ്രൊമോട്ട്സ് റീയൂസ് ഓഫ് എക്സിസ്റ്റിംഗ് സർവീസസ്. ദാറ്റ്സ് അഗൈൻ വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് അതിൻ്റെ മേജർ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. അത് കൂടാതെ ആ ഇൻ്റർഓപ്പറബിലിറ്റി കോൺസെപ്റ്റ്, അല്ലേ? അണ്ടർലൈൻ ടെക്നോളജി എന്തുമായിക്കൊള്ളട്ടെ, അണ്ടർലൈൻ പ്ലാറ്റ്ഫോം എന്തുമായിക്കൊള്ളട്ടെ, അവയ്ക്ക് പരസ്പരം എന്ത് ചെയ്യാൻ പറ്റുന്നു? ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതും മേജർ അഡ്വാൻറ്റേജ് ആണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഓവർ ഹെഡ് എലോങ് വിത്ത് ആ ഓരോ ഓവർ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? ക്യാൻ ഇൻട്രൊഡ്യൂസ് സിഗ്നിഫിക്കൻറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോർഡിനേഷൻ ഓവർ ഹെഡ്. കാരണം ഇപ്പം പല ടെക്നോളജി അല്ലെങ്കിൽ പല പ്ലാറ്റ്ഫോംസ് ആകുമ്പോൾ അതിൻ്റെ എന്താണ്? ആ ഒരു കമ്മ്യൂണിക്കേഷനും കോർഡിനേഷനും ഒക്കെ കുറച്ച് അതാണ് ദാറ്റ് വിൽ ക്രിയേറ്റ് സം ഓവർ ഹെഡ്. ദാറ്റ്സ് എ മേജർ ലിമിറ്റേഷൻ എലോങ് വിത്ത് കോംപ്ലെക്സിറ്റി. കോംപ്ലെക്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഡിസൈൻ ഈസ് സം വാട്ട് കോംപ്ലെക്സ്, അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ വി റിക്വയർ സം റോബസ്റ്റ് ഗവേണൻസ് വേണം. റോബസ്റ്റ് ആയിട്ടുള്ള ഗവേണൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ദീസ് ആർ ഓൾ റിഗാർഡിംഗ് the different models. അപ്പോൾ നമ്മൾ പഠിച്ച മോഡൽസ് ഏതൊക്കെയാണ്? ആർക്കിടെക്ചറൽ മോഡൽസ് പഠിച്ചത് ഇൻ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. ദ ഫസ്റ്റ് വൺ ഈസ് ക്ലയൻറ്റ് സെർവർ, ദ നെക്സ്റ്റ് വൺ ഈസ് പിയർ ടു പിയർ, അല്ലേ? തേർഡ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെന്ന് പഠിച്ചു? വി കോൾ ഇറ്റ് എസ് വാട്ട് നമ്മുടെ 3 ടയർ അല്ലെങ്കിൽ 3 ലെയേർഡ് മോഡൽ പഠിച്ചു. ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാ പഠിച്ചത്? ഫോർത്ത് വൺ വി ഹാവ് സ്റ്റഡിഡ് റിഗാർഡിംഗ് ദിസ് മൈക്രോ സർവീസസ് ആർക്കിടെക്ചർ. അഞ്ചാമത് നമ്മൾ പഠിച്ചത് ഏതാണ്? വി ഹാവ് സ്റ്റഡീഡ് റിഗാർഡിംഗ് സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചേഴ്സ്. ഉറപ്പായിട്ടും ഇതിനെക്കുറിച്ച് നല്ല ഒരു ധാരണ നമ്മൾക്കുണ്ടാകണം. നമ്മളുടെ ഈ ദിസ് ഡിസ്ട്രിബ്യൂട്ടഡ് സിനാരിയോ അല്ലെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ്, ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ദിസ് കോൺസെപ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആ ഒരു ആർക്കിടെക്ചർ മോഡൽസ് അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് എന്തെല്ലാം മോഡൽസ് ആണ് യൂസ് ചെയ്യുന്നത്, ആ ഓരോ മോഡലിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത് നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ തന്നെ മനസ്സിലാക്കി ഇരിക്കണം. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് ഇത് കഴിഞ്ഞിട്ട് വി ആർ ഹാവിങ് വൺ മോർ മോഡൽ. നമുക്ക് വേണമെങ്കിൽ അടുത്ത ഒരു മോഡലും കൂടി പറയാം, അല്ലേ? അതിനെ നമ്മൾ ഈവന്റ് ഡ്രിവൺ ആർക്കിടെക്ചർ എന്ന് പറയും. ഈ ഈവന്റ് ഡ്രിവൺ എന്ന് പറയുമ്പോൾ ആ ടേമിൽ തന്നെയുണ്ട് ദാറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ സം ഈവന്റ്സ്. ഇൻ ആൻ ഈവന്റ് ഡ്രിവൺ ആർക്കിടെക്ചർ ദ സിസ്റ്റം കോമ്പണന്റ്സ് കമ്മ്യൂണിക്കേറ്റ് ബൈ പ്രൊഡ്യൂസിംഗ് ആൻഡ് റെസ്പോണ്ടിങ് ടു ഈവന്റ്സ്. ഈവന്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സിസ്റ്റം കോമ്പണന്റ്സ് കമ്മ്യൂണിക്കേറ്റ് ബൈ പ്രൊഡ്യൂസിംഗ് ആൻഡ് റെസ്പോണ്ടിങ് ടു ഈവന്റ്സ്, അല്ലേ? ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കറിയാം. അസിൻക്രോണസ് കമ്മ്യൂണിക്കേഷൻ ആണ്, ലൂസ് കപ്ലിംഗ് ആണ്. എക്സാമ്പിൾ റിയൽ ടൈം അനലിറ്റിക്സ് ഓർ മോണിറ്ററിംഗ് സിസ്റ്റം എല്ലാം യൂസ് ചെയ്യുന്നതാണ് ഈവന്റ് ഡ്രിവൺ ആർക്കിടെക്ചർ ആണ്. അപ്പോൾ ഈ ഈവന്റ് ഡ്രിവൺ എന്ന് പറഞ്ഞാൽ മറ്റൊരു ആർക്കിടെക്ചർ പറയാം. മേജർ ആദ്യത്തെ 3 ആർക്കിടെക്ചേഴ്സ് ആണ്. എന്നാൽ വി ഹാവിങ് അതർ ആർക്കിടെക്ചേഴ്സ് ഓൾസോ. അതാണ് നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത്. അപ്പം ഇപ്പം നമ്മൾ റീസെൻ്റ് ആയിട്ട് പഠിച്ച ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഈവന്റ് ഡ്രിവൺ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു. ഈവന്റ് ഡ്രിവൺ ആർക്കിടെക്ചറിന്റെ ഹൈലൈറ്റ് എന്തായിരുന്നു? ദ സിസ്റ്റം കോമ്പണന്റ്സ് കമ്മ്യൂണിക്കേറ്റ് ബൈ പ്രൊഡ്യൂസിംഗ് ആൻഡ് റെസ്പോണ്ടിങ് ടു ഈവന്റ്സ്. അതെങ്ങനെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞാൽ അസിൻക്രോണസ് കമ്മ്യൂണിക്കേഷൻ. അസിൻക്രോണസ് പറഞ്ഞാൽ എന്താണ്? കോമ്പണന്റ്സ് കമ്മ്യൂണിക്കേറ്റ് അസിൻക്രോണസ്ലി. ടൈമിംഗ് ഇല്ല,
അല്ലെ? സെൻഡറും റിസീവറും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രണ്ട് പാർട്ടീസും എന്താകണ്ട? സിങ്ക്രണൈസ്ഡ് ആകണ്ട. സോ ദാറ്റ് സോർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അസിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദെയർ. ദെൻ ലൂസ്ലി കപ്പിൾഡ് ആൻഡ് റിയാക്ട് ടു ഈവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ്ലി. ഇത് രണ്ടും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. റിയൽ ടൈം അനലറ്റിക്സ് അല്ലെങ്കിൽ മോണിറ്ററിംഗ് സിസ്റ്റംസ് ഒക്കെ ഏതിന് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു? ഈവൻറ്റ് ഡ്രിവൻ ആർക്കിടെക്ചേഴ്സിന് എക്സാമ്പിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് കൂടാതെ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്കേലബിലിറ്റി. ഹൈലി സ്കേലബിൾ ആണ്. ഈവൻറ്റ് ഡ്രിവൻ ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് എളുപ്പത്തിൽ ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും പറ്റും കോമ്പണൻസിന്. സോ ദ ഫ്ലെക്സിബിലിറ്റി ഈസ് ഹൈ. സോ ദ മേജർ അഡ്വാൻറ്റേജസ് ആർ സ്കേലബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോംപ്ലക്സിറ്റി കൂടുതലാണ്. അതോടൊപ്പം തന്നെ കൺസിസ്റ്റൻസി ഇല്ല എന്നല്ല, കൺസിസ്റ്റൻസി എപ്പോഴും ഒരു ചാലഞ്ചാണ്. ഇത് ഈവൻറ്റ് ഡ്രിവൻ ആർക്കിടെക്ചർ എടുത്താൽ. ഈവൻറ്റ് ഡ്രിവൻ ആയിട്ടുള്ള ആർക്കിടെക്ചർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി ഈസ് അഗെയിൻ എ ചാലഞ്ചിങ് ഫാക്ടർ. ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഫാക്ടറാണ് ഏതെന്ന് പറയുന്നത് ദ കൺസിസ്റ്റൻസി ഓഫ് ഡേറ്റ. വി ഹാവ് ടു എൻഷുർ ദ കൺസിസ്റ്റൻസി ഓഫ് ദ ഡേറ്റ. അതും ചലഞ്ചിങ് ആണ് ഇതിനകത്ത് ഈവൻറ്റ് ഡ്രിവൻ ആയിട്ടുള്ള ആർക്കിടെക്ചറിൽ. സോ ദാറ്റ്സ് ഓൾ റിഗാർഡിംഗ് വാട്ട് ദ ഡിഫറെൻറ്റ് ആർക്കിടെക്ചേഴ്സ് വി ആർ ഹാവിംഗ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആരെക്കുറിച്ച് മനസ്സിലാക്കണം? ഈ ആർക്കിടെക്ചർ മോഡൽസിനെ കുറിച്ച് മനസ്സിലാക്കണം. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ദ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി റിഗാർഡിംഗ് ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ.